ഹലോ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറിക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നെഗോഷിയേറ്റിംഗ് ദ സോഴ്സ് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ളതാണ്. ആൻഷ്യന്റ് എന്ന് പറയുമ്പോൾ ഏർലി മെഡിവലൊക്കെ അതിനകത്ത് വരും കേട്ടോ. ബട്ട് നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ആ ഒരു ടോപ്പിക്കിന്റെ രണ്ടാമത്തെ പാർട്ടിലാണ് നമ്മളുള്ളത്. ഇന്ന് നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇതിലെ ഏർലി കന്നഡ ലിറ്ററേച്ചർ, കന്നഡ, തമിഴ്, അതുപോലെ തന്നെ തെലുഗു ലിറ്ററേച്ചർ, അതിനകത്ത് പ്രധാനപ്പെട്ട ലിറ്റററി ഫിഗേഴ്സ് ആരൊക്കെയാണ്, പ്രധാനപ്പെട്ട ഓതേഴ്സ് ആരൊക്കെയാണ്, ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്, ഈ കാര്യങ്ങൾ നമ്മൾ പറയും. സോ കന്നഡ, തെലുഗു, തമിഴ് തുടങ്ങിയിട്ടുള്ളവയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. തമിഴ് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റു വർക്കുകളെ സംബന്ധിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഫോറിൻ റൈറ്റേഴ്സ് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഫോറിൻ റൈറ്റേഴ്സ് പറയുന്നത് അവരെ സംബന്ധിച്ച് നമ്മൾ അവരുടെ ബുക്സ് ഏതൊക്കെ ഓതേഴ്സ് എന്ന കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യും. പിന്നെ നമുക്ക് അടുത്തൊരു സെഷനായിട്ട് ചെയ്യാനുള്ളത് ആർക്കിയോളജിന്റെ പാർട്ടാണ്. അത് നമ്മൾ ആർക്കിയോളജിയും ന്യൂമിസ്മാറ്റിക്സും സെപ്പറേറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ന്യൂമിസ്മാറ്റിക്സ് തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു സെഷനിൽ തന്നെ എന്ത് ചെയ്യുന്നു, ആർക്കിയോളജിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുക. സോ അതിനകത്ത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ ടെക്നിക്കുകൾ, എക്സ്പ്ലോറേഷൻ, പിന്നെ അതുപോലെ തന്നെ ഈ ഡേറ്റിംഗ് ടെക്നിക്കുകൾ, അതാണ് പ്രധാനമായിട്ട് എക്സാമിന് ചോദിക്കുന്ന സംഗതി എന്ന് പറയുന്നത്. സോ അത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. സോ നമ്മൾ അധികം വേറെ ഇൻട്രൊഡക്ഷൻ നിൽക്കുന്നില്ല, നേരെ നമ്മളെ വിഷയത്തിലേക്ക് വരാം. അപ്പോ നമുക്ക് നോക്കാം. ഏർലി തമിഴ് ലിറ്ററേച്ചർ, അതായത് ഏർലി മെഡീവൽ തമിഴ് ലിറ്ററേച്ചർ എന്നതാണ്. അതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം വൈഷ്ണവ സെയിൻസ്, അതുപോലെ തന്നെ ശൈവ സെയിൻസ് എന്നുള്ളത് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ലിറ്ററേച്ചറിലേക്ക് വരുന്നതിന് കൂടെ തന്നെ ഇതും കൂടി നമ്മൾ ഇവിടുന്ന് പഠിച്ചിട്ട് പോകണം. സോ ഇവിടെ തമിഴ് ഭക്തി മൂവ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ അതിൽ പ്രകാരം വൈഷ്ണവ സെയിൻസ് ദേ വർ നോൺ ആസ് ആൽവാർസ്. ഇത് പ്രത്യേകം ഓർത്തു വെക്കണം. വൈഷ്ണവ ആൽവാർസ്, ദെൻ ശൈവ നായനാർസ് അല്ലെങ്കിൽ നായന്മാർസ് ഒക്കെ പറഞ്ഞിട്ട് ഇതിൽ കാണാറുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നായന്മാരല്ല. എന്തായാലും ശൈവ സെയിന്റുകളായിരുന്നു നായനാർസ് എന്ന് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ശൈവ നായനാർസ്. ഓക്കെ, സോ വൈഷ്ണവ ആൽവാർ, ശൈവ നായനാർ, ഇത് എക്സാമിന് വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓർത്ത് വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകാൻ സാധ്യത ഉള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഞാനൊക്കെ പഠിച്ചു ശൈവ നായനാർസ്, വൈഷ്ണവ ആൽവാർസ്, ഏതെങ്കിലും ഒന്ന് പഠിച്ചേക്കുക, മറ്റേ സുഖമായിട്ട് കിട്ടുമെന്നുള്ളതാണ്. ആൻഡ് ഇവിടെ നമ്മുടെ തമിഴ് ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ട് വരുന്നത് ശൈവ എന്താണ് പറയല് നായനാർസിന്റെയും വൈഷ്ണവ ആൽവാർസിന്റെയും ഹാജിയോഗ്രാഫിക് ടെസ്റ്റുകളാണ്. ഹാജിയോഗ്രാഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോഗ്രഫി ഓഫ് ദി സെയിന്റ് പീപ്പിൾ എന്നുള്ളതാണ്. അല്ലെങ്കിൽ സെയിന്റ് ആയിട്ടുള്ള, ഭയങ്കര വിശുദ്ധരായിട്ടുള്ള, ഭയങ്കര റിലീജിയസ്ലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ബയോഗ്രാഫിനാണ് നമ്മൾ ഹാജിയോഗ്രാഫി എന്ന് പറയുന്നത്. സോ അവരെ പറ്റി എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ് ഹാജിയോഗ്രാഫിക്കൽ വർക്ക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇത്തരത്തിൽ 10ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു വർക്കാണ് നളയിര ദിവ്യ പ്രബന്ധം. എക്സാമിന് ചോദിക്കുന്നതാണ്. ഇതിന്റെ ഓതർ ആര് എന്നുള്ളതൊക്കെയാണ് പലപ്പോഴും ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് വാസ് റിട്ടൺ ബൈ നാദമുനി എഴുതിയിട്ടുള്ളതാണ് നളയിര ദിവ്യ പ്രബന്ധം എന്ന് പറയുന്നത്. സുഖമാണ് പഠിക്കാൻ. കാരണം എന്താണ്, നാദമുനിയാണ് അതിന്റെ നളയിര ദിവ്യ പ്രബന്ധം. നാദമുനി നളയിര ദിവ്യ പ്രബന്ധം, ആ രീതിയിൽ എന്ത് ചെയ്യാം, ഓർത്തു വെക്കുക. ദെൻ മറ്റൊരു വർക്കാണ് ഇത് ആൽവാർ വൈഭവം എന്ന് പറയുന്നത്. അതും ഈ വൈഷ്ണവ സെയിൻസിനെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഈ ഒരുപാട് പുസ്തകവും സ്കോളേഴ്സും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. സോ ശൈവ സെയിൻസിനെ സംബന്ധിച്ച് ശൈവ ഡിവോഷണൽ ലിറ്ററേച്ചർ ബിഗാൻ വിത്ത് കമ്പോസിഷൻ ഓഫ് തിരുമുലാർ ആൻഡ് കാരക്കൽ അമ്മയാർ. സോ ഇവരുടെ വർക്കുകളുടെ ഭാഗമായിട്ടാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ആൻഡ് തിരുമുറൈ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ശൈവ എങ്ങനെ പറയല് ടെക്സ്റ്റ് ആണ്. ഇറ്റ് വാസ് റിട്ടൺ ബൈ നമ്പി അണ്ടാർ നമ്പി എഴുതിയിട്ടുള്ള തിരുമുറൈ. ദെൻ അടുത്തൊരു വർക്കാണ് അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ളതാണ്. നമ്പി അണ്ടാർ നമ്പിയുടെ മറ്റൊരു വർക്കാണ് തിരുട്ടുണ്ടർ തിരുവന്തതി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മറ്റൊരു വർക്കാണ്. ദെൻ പെരിയ പുരാണം ഇറ്റ് വാസ് റിട്ടൺ ബൈ സെക്കിയാർ എഴുതിയിട്ടുള്ള പുസ്തകമാണ് പെരിയ പുരാണം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് ആക്ച്വലി 63 ഷൈവൈറ്റ് സെയിൻസ് എന്നുള്ളതാണ്. 63 ഷൈവൈറ്റ് സെയിന്റുകളാണ് ഉണ്ടായിരുന്നത്. സോ 63 ശൈവ സെയിന്റുകളെ സംബന്ധിച്ച് സെക്കിയാർ എഴുതിയിട്ടുള്ള പുസ്തകമാണ് പെരിയ പുരാണം. ഇറ്റ് ഈസ് എ 12th century ടെക്സ്റ്റ് എന്നുള്ളതാണ്. ആൻഡ് ഈ സെക്കിയാർ എന്ന് പറയുന്നത് അദ്ദേഹം
ചോള കിങ് ആയിരുന്ന അനപയ. ഓക്കെ, അനപയ യുടെ കാലത്താണ് എഴുതിയിട്ടുള്ളത്, അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. സോ അദ്ദേഹം ഈ വാസ് ദ മിനിസ്റ്റർ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ. ഓക്കെ, ചീഫ് മിനിസ്റ്റർ ഓഫ് ചോള കിങ് അനപയ എന്നുള്ളതാണ്. ജസ്റ്റ് ഓർത്ത് വെക്കുക. ആൻഡ് ശൈവ നായനാർസ് അല്ലെ, നായന്മാർസ് എന്നുള്ളത് ദർ 63 63 നായന്മാർസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അത് മറന്നുകൊണ്ട. പിന്നെ നായനാർസ് എന്ന് പറയുന്നത് ശൈവ സെയിന്റുകളെ പറ്റിയിട്ടാണ് എന്നുള്ളതും മറന്നു പോകരുത്. ആൻഡ് പെരിയ പുരാണം തന്നെ തിരുട്ടുണ്ടർ പുരാണം എന്ന പേരിലും അറിയപ്പെടാറുണ്ട് കേട്ടോ. ഇത് തിരുട്ടുണ്ടർ തിരുവന്തതി എന്നുള്ളതാണ്. ആൻഡ് ദിസ് പെരിയ പുരാണം is also known as തിരുട്ടുണ്ടർ പുരാണം. ഓക്കെ, സോ തിരുട്ടുണ്ടർ പുരാണം എന്ന പേരിലും പെരിയ പുരാണം അറിയപ്പെടാറുണ്ട്. ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി കന്നഡ ലിറ്ററേച്ചറിലേക്ക് നമ്മൾ കിടക്കാണ്. കന്നഡ ലിറ്ററേച്ചറിനകത്ത് 9ാം നൂറ്റാണ്ടിൽ ഏറ്റവും അല്ലെങ്കിൽ എന്താ പറയുക ഏർലിയസ്റ്റ് സർവൈവിങ് കന്നഡ ടെക്സ്റ്റ് എന്ന് പറയുന്നത് കവിരാജമാർഗ എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും കവിരാജമാർഗ. ഇറ്റ് വാസ് റിട്ടൺ ബൈ രാഷ്ട്രകൂട കിങ് അമോഘവർഷ. അമോഘവർഷ എഴുതിയിട്ടുള്ളതാണ് കവിരാജമാർഗ എന്ന് പറയുന്നത്. ഇറ്റ് മെൻഷൻ ദ ഏർലിയർ റൈറ്റേഴ്സ് ആൻഡ് ദെയർ വർക്ക്സ് വിച്ച് ഹാവ് നോട്ട് സർവൈവ്ഡ്. അതേസമയം കവിരാജമാർഗയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് നേരത്തെ ഉണ്ടായിരുന്ന വർക്കുകളെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ആ വർക്കുകൾ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് കന്നഡ വാസ് സ്ട്രോങ് ഹോൾഡ് ഓഫ് ജൈനിസം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഈ കർണാടക റീജിയണിൽ അല്ലെങ്കിൽ എന്താണ് പറയല്, നമ്മൾ ഈ പറയുന്ന സദേൺ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ശ്രാവണ ബലഗോളയൊക്കെ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കന്നഡ റീജിയണുകൾ പ്രധാനമായിട്ടും ജൈനിസത്തിന്റെ ഒരു സ്ട്രോങ് ഹോൾഡായിരുന്നു. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ശ്രാവണ ബലഗോളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ വെച്ച് അദ്ദേഹം സല്ലേഖൻ അല്ലെങ്കിൽ ഈ എന്താണ് പറയലേ ലാസ്റ്റ് ടു ഡെത്ത് എന്നുള്ളതാണ്, പട്ടിണി നടന്നിട്ട് മരിക്കുന്ന പ്രാക്ടീസ് ഒക്കെ അദ്ദേഹം ചെയ്തിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളതെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളായിട്ട്. എന്തായാലും നമ്മൾ മൗര്യൻ എംപയർ ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യും. ആൻഡ് ഇറ്റ് വാസ് എ സെന്റർ ഓഫ് ജൈനിസം. ആൻഡ് അതുകൊണ്ട് തന്നെ ജൈനിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ടെക്സ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്നും ലഭ്യമായിട്ടുണ്ട്. സോ അതിനകത്ത് 10th സെഞ്ചുറിയിൽ പമ്പ, പൊന്ന, റന്ന ഇവര് 3 പേരുമാണ് പ്രധാനപ്പെട്ട കന്നഡ പോയറ്റ്സ് എന്ന് പറയുന്നത്. പമ്പ, പൊന്ന, റന്ന. സുഖമാണ് പഠിക്കാൻ. പമ്പ, പൊന്ന, റന്ന ഇവര് 3 പേരായിരുന്നു പ്രധാനപ്പെട്ട കന്നഡ പോയറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇവര് 3 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ജൈന പുരാണാസ് എഴുതിയിട്ടുണ്ട്. കന്നഡ അതുപോലെ ഈ സ്ഥലം ജൈനിസത്തിന്റെ സെന്റർ ആയിരുന്നു എന്ന് പറഞ്ഞു. ആൻഡ് അവിടുത്തെ 3 കവികളായിരുന്നു പമ്പ, പൊന്ന, റന്ന. ഇവര് 3 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ജൈന പുരാണ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് പമ്പ എഴുതിയിട്ടുള്ള പുസ്തകമാണ് പുരാണയാണ് ആദി പുരാണ എന്ന് പറയുന്നത്. ആദി പുരാണ അബൌട്ട് ആദിനാഥ, അതായത് ആദ്യത്തെ തീർത്ഥങ്കര. ദർ ആർ 24 തീർത്ഥങ്കരാസ്, അറിയുന്നുണ്ടായിരിക്കും. ഈ 24ലെ ആദ്യത്തെ ആളാണ് ഋഷഭദേവ എന്ന് പറയുന്നത്. ഋഷഭദേവ. ആൻഡ് ഈ ഋഷഭദേവനെ തന്നെയാണ് എന്ത് പറയുന്നത്, ആദിനാഥ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് അദ്ദേഹത്തിനെ പറ്റി എഴുതിയിട്ടുള്ള പുരാണയാണ് ആദി പുരാണ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ബൈ പമ്പ. ഇനി അദ്ദേഹത്തിന്റെ ആദി പുരാണം എന്ന് പറയുന്ന അതേ പേരിൽ മറ്റൊരു പുസ്തകം കൂടി ഉണ്ട്. ഇറ്റ് വാസ് റിട്ടൺ ബൈ ജിനസേന. ഓക്കെ, അതും ഞാൻ ഇപ്പൊ ജസ്റ്റ് സൂചിപ്പിച്ചേ ഉള്ളൂ. ആൻഡ് വിക്രമാർജുന വിജയ, അത് മറ്റൊരു ജൈൻ ടെക്സ്റ്റ് ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ മഹാഭാരത സ്റ്റോറി. അതായത് നമ്മുടെ പമ്പ എഴുതിയിട്ടുള്ള മറ്റൊരു പുസ്തകമാണ് വിക്രമാർജുന വിജയ. ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് ദ മഹാഭാരത സ്റ്റോറി. മഹാഭാരതത്തിലെ കഥയെ പറ്റിയിട്ട് എന്താണ് പമ്പ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് വിക്രമാർജുന വിജയ എന്ന് പറയുന്നത്. ഇനിയും പൊന്നയിലേക്ക് വരികയാണെങ്കിൽ ഹി റോട്ട് ബോത്ത് ഇൻ സാൻസ്ക്രിറ്റ് ആൻഡ് കന്നഡ. അദ്ദേഹം കന്നഡ ഭാഷയിലും സാൻസ്ക്രിറ്റ് ഭാഷയിലും എഴുതിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ 2 ഭാഷയിലും എഴുതുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു ടൈറ്റിൽ ഉണ്ടായിരുന്നു. അതാണ് ഉഭയ കവി ചക്രവർത്തി. നമ്മൾ വെള്ളത്തിൽ ജീവിക്കുന്നു, എന്താണ് പറയുക കരയിലും ജീവിക്കുന്നു, അങ്ങനെ ജീവികൾക്ക് നമ്മൾ ഉഭയജീവികൾ എന്ന് പറയാറുണ്ട്. അത്തരത്തിൽ കന്നഡയിലും സാൻസ്ക്രിറ്റിലും എഴുതുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ പൊന്ന എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഉഭയ കവി ചക്രവർത്തി എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ദെൻ ചാവുണ്ടരായ, മറ്റൊരു സ്കോളറാണ് ചാവുണ്ടരായ എന്ന് പറയുന്നത്. ആൻഡ് ഹി റോട്ട് ത്രിശാസ്തി ലക്ഷണ മഹാപുരാണ. മറ്റൊരു വർക്കാണ് ത്രിശാസ്തി ലക്ഷണ മഹാപുരാണ. അദ്ദേഹം ചെയ്തിട്ടുണ്ട്
അദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കാണ് ത്രിശാസ്തി ലക്ഷണ മഹാപുരാണ ചാവുണ്ടരായ എഴുതിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഇതിനകത്ത് ജിനസേനന്റെ ത്രിശാസ്തി ലക്ഷണ മഹാപുരാണ ഉണ്ട്. സോ പറഞ്ഞു തരുന്നത് അതിന്റെയൊക്കെ കന്നഡ വേർഷൻ ആണ് ഇവർ പലപ്പോഴും റെഡി ആക്കാറുള്ളത് എന്ന് ഓർത്ത് വെക്കുക. പേരുകൾ ചിലപ്പോ കോണ്ടെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ചാവുണ്ടരായും ത്രിശാസ്തി ലക്ഷണ മഹാപുരാണം കടന്നു വെച്ചാൽ സുഖമായിട്ട് അത് കൊണ്ടുപോകാം. അല്ല അതേ കോണ്ടെക്സ്റ്റിൽ ജിനസേനയും വരികയാണെങ്കിൽ അങ്ങനെ വരൂല, ബട്ട് അങ്ങനെ വരികയാണെങ്കിൽ കൺഫ്യൂഷൻ ആവാൻ സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനിയും ജൈൻ സെയിന്റുകൾ ഓക്കെ, അതിനകത്ത് അദ്ദേഹം ഈ പുസ്തകത്തിനകത്ത് ജൈൻ സെയിന്റുകളെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ 24 ജൈൻ തീർത്ഥങ്കരാസിനെ സംബന്ധിച്ചാണ് ത്രിശാസ്തി ലക്ഷണ മഹാപുരാണയിൽ ചാവുണ്ടരായ പറയുന്നത്. ദെൻ 12th സെഞ്ചുറിയിൽ നാഗചന്ദ്ര, അദ്ദേഹത്തിനാണ് അഭിനവ പമ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നേരത്തെ 10ാം നൂറ്റാണ്ടിലാണ് എന്ത് ചെയ്തിരുന്നത്, പമ്പ ജീവിച്ചിട്ടുണ്ടായിരുന്നത്, പമ്പ റന്ന പൊന്നൊക്കെ. ആൻഡ് 12ാം നൂറ്റാണ്ടിൽ അതേ കഴിവുള്ള മറ്റൊരാൾ വരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് പേരിൽ അറിയപ്പെടുന്നു, അഭിനവ പമ്പ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ആൻഡ് അദ്ദേഹത്തിന്റെ പേരാണ് നാഗചന്ദ്ര എന്ന് പറയുന്നത്. ഹി റോട്ട് രാമചരിത്ര പുരാണ, രാമചന്ദ്ര ചരിത്ര പുരാണ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം എഴുതുന്നു. സ്വാഭാവികമായിട്ടും അത് രാമന്റെ സ്റ്റോറി ആയിരിക്കും, രാമായണത്തിന്റെ കഥയായിരിക്കും. പക്ഷെ ഇതൊരു ജൈൻ വേർഷൻ ആണ് രാമായണത്തിന്റെ. സോ രാമചന്ദ്ര ചരിത്ര പുരാണ, ഇറ്റ് വാസ് റിട്ടൺ ബൈ നാഗചന്ദ്ര. സോ സുഖമാണ്, നാഗചന്ദ്ര എഴുതിയതാണ് രാമചന്ദ്ര ചരിത്ര പുരാണം. ഇനി നേമിനാഥ റോട്ട് ലീലാവതി, നമ്മളെ എന്താണ് തീർത്ഥങ്കരൻ നേമിനാഥ അല്ല കേട്ടോ, വേറെ ആളാണ്. സോ അദ്ദേഹം ചെയ്യുന്നുണ്ട് ലീലാവതി എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആൻഡ് ലവ് സ്റ്റോറി ഓഫ് കദംബ പ്രിൻസ് ആൻഡ് എ ബ്യൂട്ടിഫുൾ പ്രിൻസസ്. ഓക്കെ, കദംബ രാജകുമാരനും ഒരു പ്രിൻസസ് തമ്മിലുള്ള കഥയാണ് ലീലാവതി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് റിട്ടൺ ബൈ നേമിനാഥ. നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണ് പറയുക, മറ്റേ ലീലാവതി അല്ല കേട്ടോ, ഈ സംസ്കൃതിൽ ഒരു വർക്ക് വരുന്നുണ്ട്. അത് കൺഫ്യൂഷൻ ആയി പോകരുത്. അടുത്തത് തെലുഗു ലിറ്ററേച്ചറിനെ സംബന്ധിച്ചാണ്. ഏർലിയസ്റ്റ് സർവൈവ് വർക്ക് ഓഫ് തെലുഗു ലിറ്ററേച്ചർ ഈസ് നന്നയ്യാസ് 11th century വർക്ക് involves translating or adapting the first 2.5 books of the Mahabharata into the Telugu literature. So തെലുഗു ലിറ്ററേച്ചറിലെ ആദ്യത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നന്നയ്യ എന്ന് പറയുന്ന സ്കോളറുടെ വർക്കാണ്. അദ്ദേഹം ഫസ്റ്റ് 2.5 ബുക്ക്, അതായത് കുറച്ച് പാർട്ട് മഹാഭാരതയുടേത് അദ്ദേഹം തെലുഗു ലാംഗ്വേജിൽ എഴുതി എന്നുള്ളതാണ്. അതാണ് നന്നയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹം ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത് വിത്ത് ദ റിക്വസ്റ്റ് ഓഫ് ഈസ്റ്റേൺ ചാലൂക്യ കിങ് രാജരാജ നരേന്ദ്ര. സോ രാജരാജ നരേന്ദ്ര എന്ന് പറയുന്ന ചാലൂക്യ റൂളർ ആയിരുന്ന, ഈസ്റ്റേൺ ചാലൂക്യ റൂളർ ആയിരുന്ന രാജരാജ നരേന്ദ്രയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നന്നയ്യ എന്ത് ചെയ്യുന്നത്, മഹാഭാരതയുടെ തുടക്കം അല്ലെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് 2.5 ബുക്ക് എഴുതുന്നത്. നന്നയ്യ is considering as the വഗനു ശാസനു. ഓക്കെ, വഗനു ശാസനു, ശാസനുഡു, നിങ്ങൾ തെലുങ്കിൽ കേട്ടിട്ടായിരിക്കും പല വാക്കുകൾ അങ്ങനെ ഉണ്ടാവാം. സോ വഗനു ശാസനുഡു എന്ന് പറയുന്ന എന്താണ് പറയുക, ഒരു ടൈറ്റിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇറ്റ് മീൻസ് മേക്കർ ഓഫ് സ്പീച്ച് എന്നുള്ളതാണ്. ഇതിന്റെ അടുത്തൊരു സ്കോളറാണ് തിക്കണ്ണ എന്ന് പറയുന്നത്. നന്നയ്ക്ക് ശേഷം വന്ന ആളാണ് തിക്കണ്ണ. അദ്ദേഹം 15 പർവാസ് ടു നന്നയ്യാസ് മഹാഭാരത, നന്നയ്യ എഴുതിയിട്ടുള്ള മഹാഭാരതയിലേക്ക് 15 പർവാസ് കൂടി അദ്ദേഹം എന്ത് ചെയ്യുന്നു, കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കാണ് ഉത്തര രാമായണമു, തെലുഗാണ്. സോ ഉത്തര രാമായണമു എന്ന പേരിൽ അദ്ദേഹത്തിന്റെ വർക്ക് അറിയപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ദെൻ മറ്റൊരാളാണ് നന്നെ ചോദ. അദ്ദേഹത്തിന് ഹി ഹിംസെൽഫ് ഐഡന്റിഫൈഡ് ആസ് റൂളർ ഓഫ് ഒറയൂർ എന്നുള്ളതാണ്. ഒറയൂറിലെ രാജാവാണ് അയാൾ എന്നാണ് നന്നെ ചോദ പറയുന്നത്. ഹി റോട്ട് കുമാരസംഭവമു എന്നുള്ള ഒരു ടെക്സ്റ്റ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നോട്ട് കാളിദാസസ് കുമാരസംഭവ, അത് വേറെ തന്നെയാണ്, നമ്മൾ വേറെ തന്നെ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഇനിയും എന്താണ് പറയല്, തെലുഗു ലിറ്ററേച്ചർ അതിന്റെ ഏറ്റവും പരമോന്നതിയിൽ എത്തിയിട്ടുള്ളത് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് കക്കത്തിയ ദെൻ വിജയനഗര. കക്കത്തിയ സമയത്ത് അതിനൊരു റീച്ച് ഉണ്ടാവുന്നു. പിന്നെ വിജയനഗര കാലഘട്ടം എന്ന് പറയുന്നത് അതിന്റെ വസന്തകാലം, സുവർണ കാലമായിരുന്നു എന്നുള്ളതാണ് തെലുഗു ലിറ്ററേച്ചറിന്റെ സവിശേഷത. ഇനി മറ്റു ഏൻഷ്യൻ ടെക്സ്റ്റുകളാണ് നമുക്ക് എക്സാമിന് ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും. സോ നമുക്ക് അതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. ബുദ്ധചരിത കമ്പോസ്ഡ് ബൈ അശ്വഘോഷ. കഴിഞ്ഞ ഒരു സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അശ്വഘോഷന്റെ മുഴുവൻ വർക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അശ്വഘോഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹി വാസ് ദി കോർട്ട് പോയറ്റ് ഓഫ് കനിഷ്ക, കുഷാന രാജാവായിരുന്ന കനിഷ്കന്റെ കോർട്ട് പോയറ്റ് ആയിരുന്നു അശ്വഘോഷ എന്ന് പറയുന്നത്. ആൻഡ് അദ്ദേഹം ഒരു എന്താണ് പറയുക, ഒരു ബുദ്ധ
സന്യാസി അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് സ്കോളർ ആയിരുന്നു എന്നുള്ളതാണ്. ദെൻ അദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റു വർക്കുകളാണ് സാര്യപുത്ര പ്രകരണ, സൗന്ദരാനന്ദ, സൂത്രാലങ്കാര, വജ്രസൂചി ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ദെൻ അദ്ദേഹം ഹി ഡിസ്ക്രൈബ്സ് എസ് മഹാകാവ്യ, അദ്ദേഹത്തിന്റെ ബുദ്ധചരിതയാണ് അദ്ദേഹത്തിന്റെ എന്ത് മഹാകാവ്യമായിട്ട് കണക്കാക്കുന്നത്. ഇറ്റ് വാസ് റിട്ടൺ ഇൻ ഫസ്റ്റ് സെഞ്ചുറി സി. ദെൻ അടുത്തൊരു സ്കോളറാണ് ബാസ എന്ന് പറയുന്നത്. ബാസ ഒരുപാട് വർക്കുകൾ എഴുതിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ടതാണ് പഞ്ചരാത്ര, നോട്ട് പഞ്ചതന്ത്ര, പഞ്ചരാത്ര, ദുതവാക്യ, ബാലചരിത ആൻഡ് സ്വപ്നവാസവദത്ത. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബാസയുടെ സ്വപ്നവാസവദത്ത എന്ന് പറയുന്നത്. ഒരു കാരണവശാലും മറന്നു പോകരുത്. ദെൻ കാളിദാസ, പറയേണ്ട ആവശ്യമില്ലല്ലോ. കാളിദാസ അദ്ദേഹം ഗുപ്ത പീരീഡിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ആളാണ്. ആൻഡ് വിക്രമാദിത്യ സെക്കൻഡിന്റെ കോർട്ട് പോയിട്ടായിരുന്നു കാളിദാസ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന നവരത്നാസിൽ പെട്ടിരുന്ന ആളാണ് കാളിദാസ എന്ന് പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ ഒരുപാട് ഡ്രാമാസ് ആണ്. അതിനകത്ത് അഭിജ്ഞാന ശാകുന്തള, മാളവിക അഗ്നിമിത്ര, വിക്രമോർവശിയ, ഇതൊക്കെ കാളിദാസന്റെ ഡ്രാമ വർക്കുകളാണ്. നമ്മൾ എന്താ പറയല്, അദ്ദേഹത്തിന്റെ പ്ലേസ് ആണ്. ദെൻ പോയറ്റിക് വർക്ക്സ് ആണ് രഘുവംശ, കുമാരസംഭവ ആൻഡ് മേഘദൂത. ഇതൊക്കെ കാളിദാസന്റെ പോയറ്റിക് വർക്കുകളാണ്. ഇതൊക്കെ എക്സാമിന് ചോദിക്കൂട്ടോ, പലപ്പോഴും ചോദിച്ചിട്ടുള്ള സംഗതികൾ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് നേരത്തെ പറഞ്ഞു അശ്വഘോഷൻ എന്ന് പറയുന്നത് ഒരു സന്യാസിക്കായിരുന്നു അല്ലെങ്കിൽ ഒരു ബുദ്ധിസ്റ്റ് സെയിന്റ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം അതേസമയം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഒരു കൊട്ടാരത്തിലാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് വലിയൊരു വസ്തുതയാണ് എന്നും ഓർത്തു വെക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും 4th സെഞ്ചുറിയിൽ കശ്മീരിലെ കുണ്ടലവനയിൽ ബുദ്ധിസ്റ്റ് സമ്മേളനം നടന്ന സമയത്ത് 78 AD ഐ തിങ്ക്, ആ സമയത്ത് നമ്മുടെ അശ്വഘോഷയും അതുപോലെ തന്നെ വസുമിത്രയുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതായത് അതിന്റെ പ്രിസൈഡിങ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ദെൻ ഇത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓർത്തു വെക്കുക. നേരത്തെ പറഞ്ഞ കൃഷ്ണദേവരായയുടെ ഒരുപാട് കോർട്ട്, നമ്മുടെ ചന്ദ്രഗുപ്ത സെക്കൻഡ് ജസ്റ്റ് ഒന്ന് പറയാം. ഈ ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കോർട്ടില് നവരത്നാസ് ഉണ്ടായിരുന്നു, അറിയാലോ. നവരത്ന, അതിലൊരാളായിരുന്നു അവര് കാളിദാസ എന്ന് പറയുന്നത്. ഓക്കെ, കാളിദാസ എന്ന് പറഞ്ഞത് അതില് ഒരാളായിരുന്നു. ആൻഡ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അക്ബറിന്റെ കോർട്ടിലും നവരത്നാസ് ഉണ്ടായിരുന്നു. ദെൻ അത്തരത്തിൽ അഷ്ടദിഗ്ഗജാസ് എന്ന് പറഞ്ഞിട്ട് അഷ്ടദിഗ്ഗജ ആറ് കോർട്ടിലുണ്ടായിരുന്നത്? They were in the court of വിജയനഗര ruler കൃഷ്ണദേവരായ. അത് നമ്മള് വിജയനഗരൊക്കെ പറയുമ്പോൾ വേറെ തന്നെ പറയൂട്ടോ, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നു. അതുപോലെ ശിവജിയുടെ കോർട്ടിലുണ്ടായിരുന്നു അഷ്ടപ്രധാൻ. ഇതെല്ലാം അത്യാവശ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട സംഗതികളാണ് കേട്ടോ, മറന്നു പോകരുത്. ദെൻ അക്ബറിന്റെ കോർട്ടിൽ ആരുണ്ടായിരുന്നു? നവരത്നാസ്. ഇവിടെ കാണാൻ പറ്റും, നവരത്ന കാളിദാസന്റെ കോർട്ടിലുണ്ടായിരുന്നു, അക്ബറിന്റെ കോർട്ടിലും നവരത്നാസ് ഉണ്ടായിരുന്നു. പിന്നെ അഷ്ടയാണ്, 8ആണ്. അഷ്ടദിഗ്ഗജാസ് ഉണ്ടായിരുന്നത് കൃഷ്ണദേവരായ വിജയനഗർ റൂളറിന്റെ കോർട്ടിലാണ്. അഷ്ടപ്രധാൻ ഉണ്ടായിരുന്നത് മറാത്ത ശിവജിയുടെ കോർട്ടിലും ആണ്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഈ കൂട്ടത്തിൽ പറയേണ്ട മറ്റൊരു സംഗതിയാണ് ബാസയുടെ സ്വപ്നവാസവദത്ത. ഞാൻ നേരത്തെ പറഞ്ഞു. ദെൻ ഭാരവി എന്ന് പറയുന്നത്, ബാസയും ഭാരവിയും എപ്പോഴും വരുന്നതാണ്. ഭാരവിയുടെ വർക്കാണ് കിരാതാർജുനീയം. കിരാതാർജുനീയം, ഓക്കെ. സോ അല്ലെങ്കിൽ കിരാതാർജുനീയ, ആ രീതിയിൽ കാണാനായിട്ട് പറ്റും. മറന്നുകൊണ്ട ഭാരവി, he was the court poet of പല്ലവ റൂളർ സിംഹവിഷ്ണു. സിംഹവിഷ്ണു എന്ന് പറയുന്ന പല്ലവ റൂളറിന്റെ കോർട്ട് പോയിട്ടായിരുന്നു ആര്? ഭാരവി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് കിരാതാർജുനീയം എഴുതിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ആളാണ് വിശാഖദത്ത. വിശാഖദത്ത എഴുതിയിട്ടുള്ള പുസ്തകമാണ് മുദ്ര രാക്ഷസ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതി തന്നെ ആയിരിക്കാം, മറന്നുകൊണ്ട് ആവശ്യമില്ല. ദെൻ ഇതിനകത്ത് ആ മുദ്ര രാക്ഷസയുടെ അകത്ത് പറയുന്നത് ചാണക്യൻ, അതായത് പ്രധാനമായിട്ടും ചന്ദ്രഗുപ്ത മൗര്യന്റെ ഒക്കെ സ്റ്റോറി നമുക്ക് കിട്ടുന്നത് മുദ്ര രാക്ഷസ എന്ന് പറയുന്ന വിശാഖദത്തിന്റെ വർക്കിന്റെ അകത്താണ്.
ദെൻ ചാണക്യ ടു വിൻ ഓവർ രാക്ഷസ ദ മിനിസ്റ്റർ ഓഫ് നന്ദാസ്. അതായത് ചാണക്യന്റെ അതുപോലെ ചന്ദ്രഗുപ്ത മൗര്യനും കൊണ്ടാണ് ചാണക്യൻ വരുന്നത്. ഈ അറിയുന്നുണ്ടായിരിക്കും കഥ എന്ന് പറയുന്നത്. എന്തായാലും ചാണക്യൻ രാക്ഷസ എന്ന് പറയുന്ന നന്ദാസിനെ, ധനനന്ദനെയാണ് അദ്ദേഹം ഡിഫീറ്റ് ചെയ്യുന്നത്. സോ നന്ദാസിന്റെ കോർട്ടിലുള്ള ഒരു മിനിസ്റ്ററിനെ എങ്ങനെ അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള കഥകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് പറയുന്നുണ്ട്. ദെൻ ചന്ദ്രഗുപ്തനെ പറ്റി പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത് വിശാഖദത്തയുടെ മുദ്ര രാക്ഷസയുടെ അകത്താണ്. ദെൻ ഇതിലൊരു ഹിന്ദി വേർഷൻ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര പിന്നീട് തയ്യാറാക്കിയിട്ടൊക്കെ ഉണ്ട്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അടുത്തൊരു പുസ്തകമാണ് ദേവി ചന്ദ്രഗുപ്ത എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഓൾസോ റിട്ടൺ ബൈ വിശാഖദത്ത. വിശാഖദത്തിന്റെ രണ്ട് പുസ്തകമാണ്, ഒന്ന് മുദ്ര രാക്ഷസ, മറ്റേത് ദേവി ചന്ദ്രഗുപ്ത എന്ന് പറയുന്നത്. സോ ഗുപ്ത കിങ് ആയിരുന്ന രാമഗുപ്തനെ സംബന്ധിച്ചാണ് ദേവി ചന്ദ്രഗുപ്ത എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിനകത്ത് ഈ രാമഗുപ്തനെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ കഥ അത്രേ ഉള്ളൂ. രാമഗുപ്തന്റെ വൈഫ്, വൈഫ് ഓഫ് രാമഗുപ്ത, അവരുടെ പേരായിരുന്നു രുദ്രദേവി. ആൻഡ് ഈ രുദ്രദേവിനെ ഒരു ശക ഇൻവേഡർ അല്ലെങ്കിൽ ശക അങ്ങനെയുള്ള റൂളർ അല്ലെങ്കിൽ ശക ആക്രമണകാരികളായിരുന്നു. അവർ പുറത്തു വന്ന ആൾക്കാരാണ്. സോ അവരെന്ത് ചെയ്യുന്നുണ്ട്, ആക്രമിക്കുന്നു. ആൻഡ് രുദ്രദേവി ഈ പറഞ്ഞ നമ്മുടെ രാമഗുപ്തനെ ആക്രമിക്കുന്നു, പരാജയപ്പെടുത്തുന്നു. അയാളുടെ വൈഫായിട്ടുള്ള രുദ്രദേവിയെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ബ്രദർ ആയിരുന്ന ചന്ദ്രഗുപ്ത എങ്ങനെ പറയല് വേഷം മാറി അവരെ ചേസ് ചെയ്ത് പിടിച്ച് എന്ത് ചെയ്യുന്നു, ആ ശക റൂളറിനെ കൊല്ലുകയും അവരുടെ ഏട്ടത്തി അല്ലെങ്കിൽ ചേട്ടന്റെ ഭാര്യയായിരുന്ന രുദ്രദേവിനെ തിരികെ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് അദ്ദേഹം അടുത്ത രാജാവായി രാമഗുപ്തനെ എന്താണ് പറയല് അവിടുന്ന് അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് രുദ്രദേവിനെ അവർ കല്യാണം കഴിച്ചു, അതായത് ചന്ദ്രഗുപ്ത കല്യാണം കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. സോ ഇതാണ് വിശാഖദത്തന്റെ ദേവി ചന്ദ്രഗുപ്തയുടെ അകത്തുള്ള സ്റ്റോറിയിലേക്കൊന്നും പോകണമെന്നില്ല. വിശാഖദത്തൻ എഴുതിയതാണ് ദേവി ചന്ദ്രഗുപ്ത മനസ്സിലാക്കുക. രുദ്രരാക്ഷസയും അദ്ദേഹത്തിന്റെ പുസ്തകമാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. മറ്റൊരു വർക്കാണ് രാഘവാനന്ദ നാടകം എന്ന് പറയുന്നത്. സോ മൂന്നാമത്തെ പുസ്തകമാണ് വിശാഖദത്തന്റെ രാഘവാനന്ദ നാടകം എന്ന് പറയുന്നത്. സോ 3 പുസ്തകം ഓർത്തു വെക്കണം. വിശാഖദത്തന്റെ മുദ്രരാക്ഷസ, അതുപോലെ തന്നെ ദേവി ചന്ദ്രഗുപ്ത, ദെൻ രാഘവാനന്ദ നാടകം. ഇത്രയും കാര്യങ്ങൾ മറന്നു പോകരുത്. ദെൻ പാണിനിയുടെ അഷ്ടധ്യായി ഞാൻ ഇനി പറയുന്നില്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അതുപോലെ പതഞ്ജലിയുടെ മഹാഭാഷ്യം. ആൻഡ് അറിയാലോ പാണിനിയുടെ അഷ്ടധ്യായി എന്ന് പറയുന്നത്, പതഞ്ജലിയുടെ മഹാഭാഷ്യം എന്ന് പറയുന്നത് അഷ്ടധ്യായിയുടെ കമന്ററി ആണ്. അതിന് കയ്യത അല്ലെങ്കിൽ ഉപാധ്യ റോട്ട് പ്രതിഭ അടുത്തതാണ്. സോ മഹാഭാഷ്യയുടെ കമന്ററി ആയിട്ട് പ്രതിഭ എഴുതിയിട്ടുള്ള എങ്ങനെ പറയല് കയ്യത അല്ലെങ്കിൽ ഉപാധ്യ എഴുതിയിട്ടുള്ള പുസ്തകമാണ് പ്രതിഭ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കമന്ററി ഓഫ് മഹാഭാഷ്യ. സിമ്പിൾ വേർഡ്സിൽ ഇത്ര ആലോചിക്കുക. അഷ്ടധ്യായി, ആദ്യം അഷ്ടധ്യായി കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അഷ്ട അല്ലെങ്കിൽ എ വെച്ചിട്ട് പിടിക്കുക. അഷ്ടധ്യായി ആദ്യം എഴുതിയത് പാണി 8 മണിക്കൂറാണെന്നൊക്കെ പറഞ്ഞു. സോ പാണിനി എഴുതിയതാണ്. അതിനുശേഷം പാണിനിയുടെ അഷ്ടധ്യായിയുടെ കമന്ററി ആണ് പതഞ്ജലി എഴുതിയിട്ടുള്ള മഹാഭാഷ്യ. സോ ഓൾറെഡി മഹാഭാഷ്യ ഒരു കമന്ററി ആണ്. ആ മഹാഭാഷ്യക്ക് മറ്റൊരു കമന്ററി എഴുതിയിട്ടുണ്ട്, അതാണ് പ്രതിഭ എന്ന് പറയുന്നത്. അത് എഴുതിയ ആളാണ് കയ്യത അല്ലെങ്കിൽ ഉപാധ്യ എന്ന് പറയുന്നത്, മറന്നു പോകരുത്. ദെൻ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ഒരു ടേം ഉണ്ട്, ഉപവാസ എന്ന് പറയുന്നത്. ഇതൊക്കെ എക്സാമിന് നേരത്തെ ചോദിച്ചതാണ് കേട്ടോ. ഉപവാസ എന്ന് വെച്ചാൽ ദറ്റ് മീൻസ് ടെനന്റ് എന്നുള്ളതാണ്. ടെനന്റ് എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ആലോചിക്കുക, ഉപവസിക്കുന്ന ടെനന്റ് കർഷകർ കേട്ടിട്ടില്ല. അതായത് അവിടെ വന്നിട്ടുള്ള കുടിയേറി പാർക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ടെനൻസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സോ ഉപവാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം ഒഴിവാക്കുന്ന ഉപവാസമല്ല, പകരം ഉപവസിക്കുന്നയാൾ, അവിടെ താമസിക്കുന്നയാൾ എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക. സോ ടെനന്റിനെയാണ് അർത്ഥശാസ്ത്രയില് കൗടില്യൻ ഉപവാസ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു സംഗതിയാണ് ആസ്ട്രോണമിക്കൽ ടെക്സ്റ്റുകളാണ്. ആര്യഭട്ടന്റെ ആര്യഭട്ടീയ പഠിക്കേണ്ട ആവശ്യമില്ല, സുഖമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വരാഹമിഹിരന്റെ ബൃഹത് സംഹിത, പക്ഷെ ഇത് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റില്ല, ഇത് ഇങ്ങനെ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല, അത് പഠിക്കാൻ വേണം. സോ വരാഹമിഹിരനാണ് ചെയ്തിട്ടുള്ളത് ബൃഹത് സംഹിത എഴുതിയിട്ടുള്ളത്. സോ വരാഹമിഹിരൻ ബൃഹത് സംഹിത എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് വെച്ചാൽ മതി. വരാഹമിഹിര ഇത് വലിയതാണ്, ബൃഹത്താണെന്നൊക്കെ രീതിയിൽ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് വെക്കുക. വരാഹമിഹിര ബൃഹത് സംഹിത എഴുതിയിട്ടുണ്ട്. ദെൻ ചരകൻ പിന്നെന്തായാലും പഠിക്കേണ്ട ആവശ്യമില്ല, ചരക സംഹിത, സുശ്രുതൻ സുശ്രുത സംഹിത. ആൻഡ് ഇത് രണ്ടും മെഡിസിനെ പറ്റിയിട്ടാണ്. അതേസമയം ആര്യഭട്ടീയ ബൃഹത് സംഹിത ഒക്കെ ആസ്ട്രോണമിക്കൽ ടെക്സ്റ്റുകളും ആണ് എന്നുള്ളതാണ്.
സോ ഇതൊന്നും മറന്നു പോകണ്ട. ദെൻ ഇക്കൂട്ടത്തിൽ പഠിക്കേണ്ട മറ്റൊരാളാണ് ബ്രഹ്മസിദ്ധാന്തം. നേരത്തെ പറഞ്ഞ ബൃഹത് സംഹിത എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺഫ്യൂഷൻ ആയി പോകാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. ബ്രഹ്മഗുപ്ത എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ബ്രഹ്മഗുപ്ത. ഓക്കെ, ബ്രഹ്മഗുപ്ത റോട്ട് ബ്രഹ്മസിദ്ധാന്ത. ഓക്കെ, ബ്രഹ്മസിദ്ധാന്ത എഴുതിയിട്ടുള്ളത് ബ്രഹ്മഗുപ്തയാണ്. അതേസമയം ബൃഹത് സംഹിത എഴുതിയിട്ടുള്ളത് അത് വരാഹമിഹിരയാണ്. സോ ബ്രഹ്മഗുപ്തനെയും ബ്രഹ്മസിദ്ധാന്തിയും കണക്ട് ചെയ്യാൻ വലിയ പ്രയാസമല്ല. പക്ഷെ ഇത് കൺഫ്യൂഷൻ ആയി പോകരുത് എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആൻഡ് ഇതൊക്കെ നമ്മൾ മറ്റുള്ള എന്താണ് പറയല് മൗര്യ ടൈമിലൊക്കെ നമ്മൾ പറയൂട്ടോ. എന്തായാലും ജസ്റ്റ് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മറന്നു പോകാതിരിക്കുക. ഇനി ഒരു ചോദ്യം നോക്കാം. ഹു ഇസ് ദ ഓതർ ഓഫ് മഹാഭാഷ്യ? മഹാഭാഷ്യ എഴുതിയത് ആര്? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതിനകത്ത് കൺഫ്യൂഷൻ ഒക്കെ വരിക പാണിനി ഇതിനകത്ത് ഉണ്ടാവുമ്പോഴാണ്. സോ പാണിനി ഇതിനകത്ത് ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. മഹാഭാഷ്യ വാസ് റിട്ടൺ ബൈ ഓപ്ഷൻ സി പതഞ്ജലി എന്നുള്ളതാണ്. പതഞ്ജലി മഹാഭാഷ്യ. ദെൻ സ്വപ്നവാസവ ദത്ത നേരത്തെ പറഞ്ഞതാണ്, വാസയുടേതാണ്. അതിന്റെ ഭാഷയുടെ മറ്റൊരു വർക്ക് കൂടി ഇവിടെ പറയുന്നുണ്ട്, ദ്രാതിര ചാരുദത്ത അല്ലെങ്കിൽ ദ്രാതിര ചാരുദത്തോ അങ്ങനെ കാണാൻ പറ്റും. സോ സ്വപ്നവാസവ ദത്ത അതുപോലെ തന്നെ ദ്രാതിര ചാരുദത്തോ ഇതൊക്കെ ഭാഷയുടെ വർക്കുകളാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ ദ്രാതിര ചാരുദത്ത എന്ന് പറയുന്ന വർക്കിനകത്ത് ഈ മെൻഷൻ എ ടേം യവനിക. യവനിക എന്നൊരു ടേം പറയുന്നുണ്ട് എന്നും മനസ്സിലാക്കി വെക്കുക. ഇനി യവനിക അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഫോർ കർട്ടൺ എന്നുള്ളതാണ് കേട്ടോ. കർട്ടൺ എന്നുള്ള വാക്കിനാണ് യവനിക എന്നുള്ള ഒരു ടേം യൂസ് ചെയ്തതായിട്ട് കാണുന്നത്. പിന്നെ ഹർഷചരിത റിട്ടൺ ബൈ ബാണഭട്ട. ബാണഭട്ട എഴുതിയതാണ് ഹർഷചരിത എന്ന് പറയുന്നത്. എബൌട്ട് ആരായിരിക്കും? ഹർഷവർദ്ധൻ. ഹർഷവർദ്ധന്റെ കോർട്ട് പോയിട്ട് ആയിരുന്നു ആര്? ബാണഭട്ട എന്ന് പറയുന്നത്. ബാണഭട്ട എഴുതിയതാണ് ഹർഷചരിത. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു, മൃച്ഛകടിക വാസ് റിട്ടൺ ബൈ, നേരത്തെ മാസപ്പോളിയം ഒക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചെയ്തതാണ്. മൃച്ഛകടിക ഈസ് എ സാൻസ്ക്രിറ്റ് പ്ലേ റിട്ടൺ ബൈ ശുദ്രക. ശുദ്രക എഴുതിയിട്ടുള്ള സാൻസ്ക്രിറ്റ് പ്ലേ ആണ് മൃച്ഛകടിക എന്ന് പറയുന്നത്. ആൻഡ് ഉത്തരരാമചരിത റിട്ടൺ ബൈ ഭാവഭൂതി. ഭാവഭൂതി എഴുതിയിട്ടുള്ളതാണ് ഉത്തരരാമചരിത എന്ന് പറയുന്നത്. അപ്പോ ഓർത്തു വെക്കുക, ശുദ്രകയുടേതാണ് മൃച്ഛകടിക, ഉത്തരരാമചരിത വാസ് റിട്ടൺ ബൈ ഭാവഭൂതി. ഇനി വേറൊരു പ്രധാനപ്പെട്ട സാൻസ്ക്രിറ്റ് പോയമാണ് മധുര വിജയം എന്ന് പറയുന്നത്. മധുര വിജയം ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ബൈ ഗംഗാദേവി. ആൻഡ് ഇതിനകത്ത് എക്സാമിന് നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സോ ഗംഗാദേവി എഴുതിയിട്ടുള്ളതാണ് മധുര വിജയം എന്ന് പറയുന്നത്. ജസ്റ്റ് എന്താ പറയല്, ഗംഗാദേവിയാണ് മധുര വിജയം. അങ്ങനെയാണല്ലേ, ഒരു മധുരമാണല്ലോ, പഞ്ചാര അടിക്കുന്ന രീതിയിലൊക്കെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഞാനൊക്കെ അങ്ങനെയാണത് മറക്കാതിട്ടുള്ളത്. ഇനി അടുത്തൊരു വർക്കാണ് മൂഷിക വംശ മഹാകാവ്യ. മൂഷിക വംശ മഹാകാവ്യ പിന്നെ പറയേണ്ട ആവശ്യമില്ല, സംസ്കൃത് വർക്കാണ്, 11th സെഞ്ചുറി ആണ്, റിട്ടൺ ബൈ അതുലൻ. ദെൻ ഭോജപ്രബന്ധ, ഇറ്റ് വാസ് റിട്ടൺ ബൈ ബല്ലാല ദേവ. ഭോജപ്രബന്ധ എന്ന് പറയുന്ന വർക്ക് ചെയ്തിട്ടുള്ളത് ബല്ലാല ദേവയാണ്. ആൻഡ് സുഖമായിട്ട് കണക്ട് ചെയ്യാം, വല്ലാത്ത ഭോജനം എന്ന് ആലോചിക്കുക, ഭയങ്കര അടിച്ചു കയറ്റാന്ന് വിചാരിക്കുക. സോ ഭോജപ്രബന്ധ വാസ് റിട്ടൺ ബൈ ബല്ലാല ദേവ, അതും മറന്നുകൊണ്ട. നെക്സ്റ്റ് ന്യായപ്രവേശ തർക്കശാസ്ത്ര. ഓക്കെ, ന്യായപ്രവേശ തർക്കശാസ്ത്ര ഇറ്റ് വാസ് റിട്ടൺ ബൈ ശങ്കരസ്വാമി. ശങ്കരസ്വാമി എഴുതിയിട്ടുള്ള പുസ്തകമാണ് ന്യായപ്രവേശ തർക്കശാസ്ത്രം എന്ന് പറയുന്നത്. ഇത്രയും ആലോചിക്കുക, ശങ്കര അല്ലെങ്കിൽ ആദിശങ്കരെ കേട്ടിട്ടില്ലേ? ശങ്കര എന്ന് വെച്ചാൽ വളരെ നല്ല ഒരു സ്വാമി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഈ തർക്കത്തിലേക്ക് പ്രവേശിച്ച് അവിടെ എന്ത് ചെയ്യുന്നു? ഒരു ന്യായം ഉണ്ടാക്കി കൊടുത്തു എന്ന് വിചാരിച്ചാൽ മതി. സോ ന്യായപ്രവേശ തർക്കശാസ്ത്ര, അദ്ദേഹം അവിടെ ന്യായം കൊണ്ടുവന്ന് തർക്കത്തിലേക്ക് പ്രവേശിച്ച് എന്ത് ചെയ്യുന്ന ഒരു പരിഹാരം ഉണ്ടാക്കി എന്നൊക്കെ വിചാരിക്കാം. സോ ശങ്കരസ്വാമിനാണ് ന്യായപ്രവേശ തർക്കശാസ്ത്ര എഴുതിയിട്ടുള്ളത്. അടുത്തത് സ്മൃതി സംഗ്രഹ. ഇതിനകത്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള എങ്ങനെയാണ്? ഈ സ്മൃതി സംഗ്രഹ എന്ന് പറയുന്നത് ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പുസ്തകമാണെന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ മനുസ്മൃതി, ഇതൊക്കെ ലോ ആൻഡ് ലീഗൽ ടെക്സ്റ്റുകളാണ്. സോ സ്മൃതി എന്നുള്ളത് ഇങ്ങനെയുള്ള പേരുകളൊക്കെ ധർമ്മശാസ്ത്ര ടെക്സ്റ്റുകളിൽ വരുന്ന അല്ലെങ്കിൽ ലോ ആൻഡ് ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടെക്സ്റ്റുകളായിരിക്കും. സോ സ്മൃതി സംഗ്രഹ ഈസ് അബൌട്ട് ലോ ആൻഡ് ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ബൈ അനോണിമസ് ഓതർ. ആരെഴുതിയത് നമുക്കറിയില്ല. ദെൻ ടെക്സ്റ്റുകൾ ഇവിടെ പറയുന്നുണ്ട്. കൃഷി പരാശര, കൗടില്യയുടെ അർത്ഥശാസ്ത്രം, പാണിനിയുടെ അഷ്ടധ്യായി, സംഘ ലിറ്ററേച്ചർ, മനുസ്മൃതി, വരാഹമിഹിരന്റെ ബൃഹത് സംഹിത,
അതുപോലെ അമരകോശ, കശ്യപിയ കൃഷിസുക്തി ഓഫ് കശ്യപിയ ആൻഡ് സുരബാലാസ് വൃക്ഷായുർവേദ, ഇതെല്ലാം അഗ്രികൾച്ചറിനെ പറ്റിയിട്ടും ബയോഡൈവേഴ്സിറ്റിനെ ഒക്കെ പറ്റിയുള്ള പരാമർശം നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. സോ വരാഹമിഹിരന്റെ ബൃഹത് സംഹിതയുടെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മാത്സ്, അസ്ട്രോളജി ഒക്കെ ഉണ്ട്. അതുപോലെ കൃഷിയെ സംബന്ധിച്ചും അതിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ മാത്സ് അസ്ട്രോളജി ആണ് അതിന്റെ ബേസ് എങ്കിലും കൃഷി അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. ദെൻ മനുസ്മൃതി, അതുപോലെ തന്നെ അഷ്ടധ്യായി പാണിനിയുടെ. സോ ഇത്തരത്തിൽ എന്ത് ചെയ്യുക, ഈ പുസ്തകങ്ങൾ എഴുതിയതാരാണ്? ഇപ്പൊ കശ്യപിയ എഴുതിയതാണ് കൃഷിസുക്തി എന്ന് പറയുന്നത്. അമരകോശ എഴുതിയിട്ടുള്ളത് വാസ് റിട്ടൺ ബൈ അമരസിംഹ എഴുതിയിട്ടുള്ളതാണ്. സോ ഇത്തരത്തിൽ എഴുതിയ ആൾക്കാരെയൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പറഞ്ഞു വന്നത് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ടെക്സ്റ്റുകൾ ഇതെല്ലാം കൃഷിയൊക്കെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തൊരു പുസ്തകമാണ് വാക്പതി എഴുതിയിട്ടുള്ളത്. എക്സാമിന് ചിലപ്പോൾ ഇങ്ങനെയാണ് വാക്പതി രാജ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. സോ വാക്പതി എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഗൗഡവാഹ വാസ് റിട്ടൺ ബൈ വാക്പതി, അല്ലെങ്കിൽ വാക്പതി രാജ എന്നൊക്കെ ചിലപ്പോൾ കാണാനായിട്ട് പറ്റും. ആൻഡ് മറന്നു പോകരുത്, എക്സാമിന് ഒരുപാട് ചോദിച്ചിട്ടുള്ള സാധനമാണത്. സോ വാക്പതി വാസ് റിട്ടൺ ബൈ ഗൗഡവാഹ, ആ രീതിയിൽ അതിനെ ഓർത്തു വെക്കുക, മറന്നുകൊണ്ട. ദെൻ അടുത്തത് അദ്ദേഹം ശരിക്കും എന്താണ് പറയുക, ഇറ്റ് വാസ് റിട്ടൺ അബൌട്ട് യശോവർമൻ ഓഫ് കനൗജ്. കനൗജിലെ യശോവർമനെ സംബന്ധിച്ചാണ് വാക്പതി ഗൗഡവാഹ എഴുതിയിട്ടുള്ളത്. ദെൻ അടുത്തൊരു വർക്കാണ് ബിൽഹണയുടെ വിക്രമാംഗ ദേവചരിത എന്ന് പറയുന്നത്. 12th സെഞ്ചുറി വർക്കാണ്. ആൻഡ് ബിൽഹണ വിക്രമാംഗ ദേവചരിത എഴുതിയത് അബൌട്ട് വിക്രമാദിത്യ 6 ഓഫ് വെസ്റ്റേൺ ചാലൂക്യ ഡൈനാസ്റ്റിയിലെ വിക്രമാദിത്യനെ സംബന്ധിച്ചാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് വിക്രമാംഗ ദേവചരിത എന്നുള്ള പുസ്തകം എഴുതിയിട്ടുള്ളത്. ആൻഡ് ഇതിനകത്ത് ഒരുപാട് സംഗതികൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റൊരു വർക്കാണ് ചൗര പഞ്ചസിക. പിന്നെ കൗര എന്നാട്ടോ എഴുതുക, കൗര പഞ്ചസിക. എഴുതുന്നത് ചിലപ്പോൾ വൃത്തിയാവില്ല കേട്ടോ, കാരണം വെച്ചാൽ ആ ഒരു ലെവലിലാണ് അത് എഴുതുന്നത്. ചില ടെക്നിക്കൽ പ്രശ്നം കൊണ്ടാണ് വരുന്നത്. എന്തായാലും ചൗര പഞ്ചസിക എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് വാസ് ഓൾസോ റിട്ടൺ ബൈ ബിൽഹണ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ചൗര പഞ്ചസിക. പ്രധാനപ്പെട്ട പുസ്തകമാണ് വിക്രമാംഗ ദേവചരിത എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹത്തിന്റെ ഒരു കഥയൊക്കെ പറയുന്നത് ബിൽഹണ എന്ത് ചെയ്യുന്നുണ്ട്, ഹി വാസ് ഇൻ ലവ് വിത്ത് എ പ്രിൻസസ്, ഒരു പ്രിൻസസുമായിട്ട് പ്രേമത്തിലായിരുന്നു. പ്രിൻസസിന്റെ പേരായിരുന്നു യാമിനി പൂർണ്ണ തിലക. ഓക്കെ, യാമിനി പൂർണ്ണ തിലക എന്ന് പറയുന്ന ഒരു പ്രിൻസസുമായിട്ട് അദ്ദേഹം പ്രേമത്തിലായിരുന്നു. ഓക്കെ, നമ്മുടെ ബിൽഹണൻ. ആൻഡ് അദ്ദേഹം ആ ഒരു ലെവലിൽ അദ്ദേഹത്തെ പിന്നിൽ ചെന്ന് ചെയ്യുന്നുണ്ട്, ഈ പ്രേമത്തിന്റെ കാര്യത്താൽ ഹി വാസ് ഇംപ്രസൻഡ്, അദ്ദേഹത്തിന് ജയിലിലാക്കി. ആൻഡ് ഈ ജയിലിലായിരുന്ന സമയത്ത് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ചൗര പഞ്ചസിക എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ അവസാനം വിക്രമാദിത്യ 6ന്റെ കോർട്ടിലെത്തുന്നു. അങ്ങനെ അവിടുന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അവിടുത്തെ ബിൽഹണ വിക്രമാദിത്യ 6ന്റെ കോർട്ട് പോയിട്ടാവുന്നു. അങ്ങനെ അദ്ദേഹം വിക്രമാംഗ ദേവചരിതവും എഴുതുന്നു. ദെൻ ഗൗഡവാഹോ എന്നുള്ളത് മറന്നുകൊണ്ട് ഇറ്റ് വാസ് റിട്ടൺ ബൈ വാക്പതി. Have to remember like ഗൗഡവാഹപതി. സോ ഗൗഡവാഹോ കയ്യിലുണ്ട്. ദെൻ പതിയിലേക്ക് കൂട്ടി കൊടുത്താൽ മതി. പതി എന്ന് പറഞ്ഞത് വാക്പതിനെ സംബന്ധിച്ചാണ്. സോ ഗൗഡവാഹ എന്ന് പറഞ്ഞ വാക്ക് റിട്ടൺ ബൈ വാക്പതി, മറന്നു പോകരുത്. ഇനി കുമാരപാലചരിത 12th സെഞ്ചുറി വർക്കാണ്, റിട്ടൺ ബൈ ഹേമചന്ദ്ര. ആൻഡ് അദ്ദേഹം സംസ്കൃത് പ്രാകൃതത്തിലൊക്കെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് കുമാരപാല വാസ് കൺവേർട്ടഡ് ടു ജൈനിസം. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഹേമചന്ദ്ര സൂര്യ അല്ലെങ്കിൽ ഹേമചന്ദ്ര എന്ന് പറയുന്നത്, ഹി വാസ് എ ജൈൻ സ്കോളർ. ആൻഡ് കുമാരപാല എന്ന് പറയുന്ന എന്താണ് പറയല് റൂളർ, അദ്ദേഹം ഈ ജൈനിസത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് രാജതരംഗിണി റിട്ടൺ ബൈ കൽഹണ, ഏറ്റവും ആദ്യത്തെ ഒരു ഫുൾ ഫ്ലഡ്ജഡ് ഹിസ്റ്ററി ടെക്സ്റ്റ് ആണ് കൽഹണന്റെ രാജതരംഗിണി എന്ന് പറയുന്നത്. And he mentioned 11 earlier works apart നീലിമാത പുരാണ. ആൻഡ് അദ്ദേഹം 11 പുസ്തകങ്ങൾ, നേരത്തെ എഴുതിയിട്ടുള്ള 11 പുസ്തകങ്ങളെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ആൻഡ് നീലിമാത പുരാണം അദ്ദേഹം പറയുന്നുണ്ട്. അതല്ലാതെ തന്നെ 11 വർക്കുകളെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ആ പുസ്തകങ്ങളൊക്കെ എന്ത് ചെയ്തു, നമുക്ക് അതിന്റെ ഒന്നും ഇതിനെപ്പറ്റി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ആ പുസ്തകം നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് ചുരുക്കം. Then he mentioned 3 cities. അതായത് രാജതരംഗിണിയിൽ കൽഹണ 3 സിറ്റികളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് ഹുഷ്കപൂർ, മറ്റൊന്ന് ജുഷ്കപൂർ,
മറ്റൊന്ന് കനിഷ് കപൂർ. ഓരോ സിറ്റിയും ഹുഷ് കപൂർ എന്ന് പറഞ്ഞ സിറ്റി ഉണ്ടാക്കിയത് ഹുഷ്ക എന്ന് പറഞ്ഞ റൂളറാണ്. ജുഷ് കപൂർ എന്ന് പറഞ്ഞ സിറ്റി ഉണ്ടാക്കിയത് ജുഷ്ക എന്ന് പറഞ്ഞ റൂളറാണ്. കനിഷ് കപൂർ എന്ന് പറഞ്ഞ സിറ്റി കനിഷ്ക ഉണ്ടാക്കിയതാണ്. സോ ഇത്തരത്തിൽ 3 സിറ്റിയെ പറ്റിയിട്ടും ആര് പറയുന്നുണ്ട്? നമ്മുടെ രാജതരംഗിണിയുടെ ഓതർ ആയിട്ടുള്ള കൽഹണ പറയുന്നുണ്ട്. പിന്നെ അതിനകത്ത് എക്സാമിന് ചോദിച്ചിട്ടുള്ള സംഗതിയാണ് ജോന രാജ എന്ത് ചെയ്തിട്ടുണ്ട്? ദ്വിതീയ രാജതരംഗിണി എഴുതിയിട്ടുണ്ട്. രാജതരംഗിണിയുടെ തുടർച്ചയായിട്ട് ജോന രാജ എന്ത് ചെയ്തു? ദ്വിതീയ രണ്ടാമത്തെ ഒരു ദ്വിതീയ രാജതരംഗിണി എഴുതുന്നു. ദെൻ മൂന്നാമത്തെ ഒരു തൃതീയ രാജതരംഗിണി ഉണ്ട്. ഓക്കെ, തൃതീയ രാജതരംഗിണി ദാറ്റ് വാസ് റിട്ടൺ ബൈ എന്താണ് ശ്രീവര. ജോനരാജ ദ്വിതീയ രാജതരംഗിണി എഴുതി, ശ്രീവര തൃതീയ രാജതരംഗിണിയും എഴുതി എന്നുള്ളതും ഓർത്തു വെക്കുക. പിന്നെ ഈ രാജതരംഗിണി എഴുതിയ കൽഹണന്റെ അച്ഛന്റെ പേരായിരുന്നു ചമ്പക എന്ന് പറയുന്നത്. കൻപക എന്നൊക്കെയാണ് ഉണ്ടാവുക. കൻപക, നമ്മള് ചമ്പക എന്നൊക്കെയാണ്. എന്തായാലും നിങ്ങൾ CAN എന്നുള്ള രീതിയിൽ കാണാനായിട്ട് പറ്റും. ചിലപ്പോൾ CHA എന്ന് പറഞ്ഞിട്ടും കാണാനായിട്ട് പറ്റും. എന്തായാലും കൻപക അല്ലെങ്കിൽ ചൻപക എന്ന് പറയുന്നത് was the father of our രാജതരംഗിണി സോദർ കൽഹണ. ഇനി ഫോറിൻ അക്കൗണ്ട്സ് ആണ്. ഫോറിൻ സ്കോളേഴ്സ് എന്ത് പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ അതില് അക്കൗണ്ട് ഓഫ് ഫോറിൻ റൈറ്റേഴ്സ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഗ്രീക്ക് ടെക്സ്റ്റുകൾ. 5-ാം നൂറ്റാണ്ടിൽ ഒരുപാട് വർക്കുകൾ അല്ലെങ്കിൽ 5-ാം നൂറ്റാണ്ട് മുതൽ നമുക്ക് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇൻഡിക്ക ഓഫ് കിറ്റാസിയസ്, നമുക്കറിയാം മെഗസ്തനീസിന്റെ ഇൻഡിക്ക ഉണ്ട്. അതല്ലാത്ത മറ്റൊരു ഇൻഡിക്കയാണ് ഇൻഡിക്ക ഓഫ് കിറ്റാസിയസ് എന്ന് പറയുന്നത് 4th century BC വർക്കാണ്. ഇറ്റ് ഈസ് ഫുൾ ഓഫ് ബിസയർ സ്റ്റോറീസ് അബൌട്ട് ഇന്ത്യ. ഇന്ത്യയെ പറ്റിയിട്ടുള്ള ഒരുപാട് ഭയങ്കര ബിസയർ സ്ട്രേഞ്ച് സ്റ്റോറീസ് ആണ് അതിനകത്ത്. സോ അതില് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി വെച്ചാല് 6 അടി നീളമുള്ള വാലുള്ള മങ്കി. ഇതൊക്കെ അദ്ദേഹം കിറ്റാസിയസ് ഇൻഡിക്കയിൽ പറയുന്ന സംഗതിയാണ്. 6 അടി നീളം ഉള്ള വാലുള്ള മങ്കികൾ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇന്ത്യയിലെ പട്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സൈസ് ഓഫ് ലയൺസ്, ഒരു സിംഹത്തിന്റെ സൈസുള്ള ഡോഗുകളൊക്കെയാണ് ഇന്ത്യയിൽ ഉണ്ടാവാറ്. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ അതിൽ പറയുന്നുണ്ട്. കിറ്റാസിയസ് അദ്ദേഹത്തിന്റെ ഇൻഡിക്കയിൽ പറയുന്നുണ്ട്. സോ പിൽക്കാല സ്കോളേഴ്സ് ഒക്കെ ഇവരെയൊക്കെ പറ്റി ഫുള്ള് നുണയന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വേറെ കാര്യം. എന്നാൽ ഇങ്ങനെയുള്ള കുറെ എന്തായാലും പറഞ്ഞ് പൊലിപ്പിച്ച സംഗതികൾ ഉണ്ടെങ്കിലും കുറെ ചരിത്ര വസ്തുതകളും ഇവരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് പഴയ ഹിസ്റ്ററി ടെക്സ്റ്റിനൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറെ ബിസയർ സ്റ്റോറീസ്, കുറെ മിത്തിക്കൽ സാധനങ്ങളൊക്കെ ഉണ്ടാവും, കൂട്ടത്തിൽ കുറച്ച് ചരിത്രം ഉണ്ടാവും എന്നുള്ളതാണ്. ആൻഡ് ഇൻഡിക്ക ഓഫ് മെഗസ്തനീസിന്റെ ഇൻഡിക്ക, ഇതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇൻഡിക്ക എന്ന് പറയുന്നത്. ആൻഡ് മെഗസ്തനീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ മൗര്യാസിനെ പറ്റി പറയുമ്പോൾ വീണ്ടും പറയും, വാസ് അംബാസിഡർ ഓഫ് സെലൂക്കസ് നിഗേറ്ററിന്റെ അംബാസിഡർ ആയിരുന്നു മെഗസ്തനീസ് എന്നുള്ളത്. അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഇൻഡിക എഴുതിയിട്ടുള്ള ആളാണ് മെഗസ്തനീസിന്റെ പുസ്തകമാണ് ഇൻഡിക എന്ന് പറയുന്നത്. ആൻഡ് ദ ഒറിജിനൽ ബുക്ക് ഈസ് ലോസ്റ്റ് എന്നുള്ളതാണ്. ഈ ഒറിജിനൽ ടെക്സ്റ്റ് ശരിക്കും നമുക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ പല മറ്റു പിൽക്കാല ഓതേഴ്സ് കോട്ട് ചെയ്തതെന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇൻഡിക നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഒറിജിനൽ ടെക്സ്റ്റ് മിസ്സിംഗ് ആണെങ്കിലും അതിലുള്ള ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എന്താണ് പറയാ ഒക്കെ എടുത്ത് എഴുതാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയിട്ട്, ആ വാക്കാണ് ഞാൻ ആലോചിച്ചിരുന്നത്. ഓക്കെ, റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായാലും മെഗസ്തനീസിന്റെ ഇൻഡിക്കയിലും ഇതുപോലത്തെ കിറ്റാസിയസ് ഇവിടെ 6 അടി നീളം വാലുള്ള കുരങ്ങനുണ്ട്, അതുപോലെ സിംഹത്തിന്റെ സൈസുള്ള പട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ മെഗസ്തനീസ് അദ്ദേഹത്തിന്റെ ഇൻഡിക്കയിൽ പറയുന്ന സംഗതി വെച്ചാല് ഇന്ത്യയിൽ എന്തുണ്ട്, ഗോൾഡ് ഡിക്കിംഗ് ആൻഡ്സ്, എറുമ്പുകൾ, വലിയ എറുമ്പുകൾ ഉണ്ട്. ആ എറുമ്പുകളുടെ പണി എന്ന് വെച്ചാൽ സ്വർണം ഖനനം ചെയ്യുക. ഖനനം എന്ന് വെച്ചാൽ സ്വർണം കുഴിച്ചെടുക്കുക, സ്വർണത്തില് മാന്തിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഉറുമ്പുകൾ, ആൻഡുകൾ ഇന്ത്യയിലുണ്ട് എന്ന് മെഗസ്തനീസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പീപ്പിൾസ് വിത്ത് നോ മൗത്ത്, വായയില്ലാത്ത മനുഷ്യന്മാരൊക്കെ ഇന്ത്യയിലുണ്ട് എന്നൊക്കെ മെഗസ്തനീസ് അദ്ദേഹത്തിന്റെ ഇൻഡിക്കയിൽ പറയുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിൽ യൂണിക്കോൺ എന്ന് വെച്ചാൽ ഒറ്റ കൊമ്പുള്ള ജീവിയുണ്ട്. ഇങ്ങനെയുള്ള മിത്തിക്കൽ ആനിമൽസിനെ പറ്റിയിട്ടൊക്കെ മെഗസ്തനീസ് അദ്ദേഹത്തിന്റെ ഇൻഡിക്കയിൽ പറയുന്നുണ്ട്. സോ മെഗസ്തനീസിനെ പറ്റി മറ്റുള്ള പിൽക്കാല സ്കോളേഴ്സ് ഒക്കെ പറയുന്നത് ഇവരൊക്കെ കുറെ നുണയാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെയാണ് എന്നും ജസ്റ്റ് ഓർത്തു വെക്കുക. ഇനി 2nd century BC to 2nd century CE സമയത്ത് ഒരുപാട് ഗ്രീക്ക് ഓതേഴ്സ് സേസ് അബൌട്ട് ഇന്ത്യനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് വരുന്നതാണ് ആര്യൻ, സ്ട്രാബോ, പ്ലിനി ദ എൽഡർ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ് പെരിപ്ലസ് മാരിസ് എറിത്രി എന്ന് പറയുന്ന പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ എന്ന് പറയുന്ന പുസ്തകം. അതേസമയം ആ പുസ്തകത്തിന്റെ ഓതർ ആരെന്ന് നമുക്ക് അറിയില്ല. സോ ഇതെല്ലാം നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ആൾക്കാരും മറ്റൊരു പുസ്തകമാണ് പെരിപ്ലസ് മാരിസ് എറിത്രി എന്ന് പറയുന്നത്.
ദെൻ പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ ഇസ് എ ഗ്രീക്ക് വർക്ക് ആൻഡ് അതിന്റെ ഓതർ നമുക്ക് അറിയൂല. ഇത് ഇന്ത്യൻ പോർട്ടുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലെ പോർട്ടുകളൊക്കെ സംബന്ധിച്ച് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത കമ്മോഡിറ്റികളൊക്കെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന് പറയുന്ന പുസ്തകം പറയുന്നുണ്ട്. ദെൻ ടോളമി അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് ജിയോഗ്രഫി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടോളമിയുടെ ഒരുപാട് പുസ്തകമുണ്ട്. 1 സെക്കൻഡ്. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടോളമിയുടെ പുസ്തകങ്ങളെ പറ്റിയിട്ടാണ്. ടോളമി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ജിയോഗ്രഫി എന്ന് പറയുന്നത്. ജിയോഗ്രഫി ഇത് ആണ് ജിയോഗ്രാഫി. സ്വാഭാവികമായിട്ടും ജിയോഗ്രഫിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇന്ത്യ ഒരു 2nd സെഞ്ചുറി വർക്കാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു വർക്കാണ് ടോളമിയുടെ പുസ്തകമാണ് അൽ മജസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അൽ മജസ്റ്റ്. സോ മറന്നുകൊണ്ട. ദെൻ അടുത്തൊരു സ്കോളറാണ് പ്ലിനി ദ എൽഡർ. പ്ലിനിയുടെ പുസ്തകമാണ് നാച്ചുറലിസ് ഹിസ്റ്റോറിയ, അല്ലെങ്കിൽ നമ്മൾ അതിനെങ്ങനെ പറയാറുണ്ട്, നാച്ചുറൽ ഹിസ്റ്ററി. പ്ലിനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഗ്രീക്ക് സ്കോളേഴ്സിന്റെ സംഭാവനയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ നാച്ചുറൽ ഹിസ്റ്ററിയുടെ അകത്ത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, അനിമൽസ്, ക്രോപ്സ്, മിനറൽസ് ഓഫ് ഇന്ത്യ, അതൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. 1st സെഞ്ചുറിയിൽ എഴുതിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ചൈനീസ് ട്രാവലേഴ്സിനെ പറ്റിയിട്ടാണ്. സോ ചൈനീസ് ട്രാവലേഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ ഈ ഹുയാങ്സാങ്ങിനൊക്കെ എന്ത് ചെയ്യണം, ഹർഷവർദ്ധന്റെ സമയത്തൊക്കെ നമ്മൾ പറയും. എന്നാലും ഇവിടെ തന്നെ നമ്മൾ പഠിച്ചു പോവാണ്. ആ സമയത്ത് നമുക്ക് ജസ്റ്റ് റിവൈസ് ചെയ്യേണ്ട അവസ്ഥ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഇത്രയും ഡീപ്പായിട്ട് ചിലപ്പോൾ പോവില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ ആ ഒരു ഹർഷയിലേക്ക് ആയിരിക്കും നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. എന്തായാലും ചൈനീസ് ട്രാവലേഴ്സ് അതില് ഫാഹിയാൻ, അതുപോലെ തന്നെ ഹുയാങ്സാങ്, യിച്ചിങ്, മാഹുവാൻ, ഇത്രയും ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, ചൈനീസ് ട്രാവലേഴ്സ്. ഫാഹിയാൻ, ഹുയാങ്സാങ്, യിച്ചിങ്, മാഹുവാൻ. ആൻഡ് ഇച്ചിങ് എന്നുള്ളത് ഇറ്റ്സിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇയാളെ ഞാൻ പഠിച്ചിട്ടില്ല വിചാരിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ സെയിം ആളല്ല. ദെൻ ഫാഹിയാൻ, ഫാക്സിയാൻ എന്ന് എഴുതാറുണ്ട്, ഫാഹിയൻ ഇങ്ങനെ എഴുതാറുണ്ട്, പല പല രീതിയിലൊക്കെ എഴുതാറുണ്ട്. ജുവാങ്സാങ് എന്ന് എഴുതാറുണ്ട്, ഹുയാങ്സൻ എന്ന് എഴുതാറുണ്ട്, ഹുയാങ്സാങ് എന്ന് എഴുതാറുണ്ട്, ഒക്കെ ആൾ തന്നെയാണ്. ദെൻ ഫാഹിയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 399 to 414 CE സമയത്താണ് ചെയ്തിട്ടുള്ളത്. നോർത്തേൺ ഇന്ത്യയിലൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ടായത്. നീ ഓർത്തു വെക്കുക, ഫാഹിയന്റെ പുസ്തകമായിരുന്നു ഫുക്കൂക്കി. എളുപ്പമല്ലേ പഠിക്കാന്? അതായത് ഫാഹിയൻ, ഫുക്കൂക്കി എന്നുള്ളതാണ്. ഫാഹിയന്റെ പുസ്തകമാണ് ഫുക്കൂക്കി എന്ന് പറയുന്നത്. ആൻഡ് റെക്കോർഡ് ഓഫ് ബുദ്ധിസ്റ്റ് കിങ്ഡം, അല്ലെങ്കിൽ ഇതുവരൊക്കെ എന്താണ് ബുദ്ധിസ്റ്റ് സ്കോളേഴ്സ് ആയിരുന്നു. മാഹുവാൻ മാത്രമായിരുന്നു മുസ്ലിം ആയിട്ടുള്ള ആള്, ഒക്കെ എല്ലാവരും ബുദ്ധിസ്റ്റുകളായിരുന്നു. സോ അവർ ബുദ്ധിസ്റ്റ് സോഴ്സുകളൊക്കെ തേടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരുന്നത്. സോ അദ്ദേഹത്തിന്റെ പുസ്തകം ഫുക്കൂക്കി അല്ലെങ്കിൽ ഫുക്കോജി എന്നൊക്കെ അറിയപ്പെടാറുണ്ട് കേട്ടോ. ഫുക്കോജി എ റെക്കോർഡ് ഓഫ് ബുദ്ധിസ്റ്റ് കിങ്ഡം എന്നുള്ളതാണ്. then അടുത്തത് ഹുയാങ്സാങ്ങിന്റെ പുസ്തകം ഏതായിരുന്നു, അറിയുന്ന വിചാരിക്കുന്നു. ദാറ്റ് ഈസ് സിയൂക്കി എന്നുള്ളതാണ് ഹുയാങ്സാങ്ങിന്റെ പുസ്തകം എന്ന് പറയുന്നത്. അതിനകത്ത് ഹുയാങ്സാങ് നിങ്ങളവർക്ക് ഒരു 629 he left his home. അദ്ദേഹം വളരെ സംഭവ ബഹുലമായ ഒരു യാത്രയ്ക്ക് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത്. ചൈനീസ് രാജാവിന്റെ അടുത്ത് രക്ഷപ്പെട്ടു പോരുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം ഒരു 10 വർഷം ഇവിടെ ചെലവഴിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഉടനീളം അദ്ദേഹം സഞ്ചരിച്ചു എന്നുള്ളതൊക്കെയാണ്. എന്തായാലും ഹുയാങ്സാങ് അദ്ദേഹം നളന്ദ മൊണാസ്ട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നളന്ദ മൊണാസ്ട്രി വിസിറ്റ് ചെയ്തതിനെ പറ്റി പറയുന്നത്, ഞാൻ അവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് നളന്ദയുടെ ഹെഡ് എന്ന് പറയുന്നത് ശിലഭദ്രയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഹുയാങ്സാങ് പറയുന്നതായിട്ട് കാണാം. ഇനി അടുത്ത ചോദ്യമാണ്, അടുത്ത ട്രാവലറാണ് യിറ്റ്സിങ് അല്ലെങ്കിൽ ഇറ്റ്സിങ് എന്ന് പറയുന്നത്. അദ്ദേഹം 7ാം നൂറ്റാണ്ടില് വന്നിട്ടുള്ള ഒരു ചൈനീസ് ട്രാവലറാണ്. ആൻഡ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, 10 വർഷം ഇന്ത്യയിൽ താമസിച്ചിരുന്നു. നളന്ദ മൊണാസ്ട്രി ഒക്കെ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. യിറ്റ്സിങ്ങിന്റെ പുസ്തകം എന്ന് പറയുന്നത് ആക്ച്വലി ദ ബുക്ക് ഓഫ് ചേഞ്ചസ് എന്നുള്ളതാണ്. ദ ബുക്ക് ഓഫ് ചേഞ്ചസ്, ഇറ്റ് വാസ് റിട്ടൺ ബൈ യിറ്റ്സിങ്. ഇനി മാഹുവാൻ ആണ്. മാഹുവാൻ ഇവരൊക്കെ വന്ന ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിട്ട് വരുന്നത്. സോ ഇവരൊക്കെ എന്താണ് പറയുക, ഒരു 399 to ഒരു 5ാം നൂറ്റാണ്ട്, then ഒരു 7ാം നൂറ്റാണ്ട്, again 7th സെഞ്ചുറി. പക്ഷെ മാഹുവാൻ 15ാം നൂറ്റാണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് വരുന്നത്. 1413 മുതൽ 21 വരെയുള്ള സമയത്ത് he was a മുസ്ലിം ട്രാവലർ എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരുപാട് ട്രാവലേഴ്സ് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്ത അറബ് ട്രാവലേഴ്സിനെ സംബന്ധിച്ചാണ് അബൂ റിഹാൻ അൽ ബിറൂനി. അബൂ റിഹാൻ അൽ ബിറൂനി അല്ലെങ്കിൽ അൽ ബിറൂനി എന്ന് സിംപ്ലി നമ്മൾ അറിയപ്പെടും. അതിന് ഈ വാസ് എ ഖവാരിസിമിയൻ ട്രാവലർ, അല്ലെങ്കിൽ കിവ, അവിടെ നിന്നാണ് അദ്ദേഹം ചെയ്തിട്ട്, ഇന്നത്തെ ടർക്ക്മിനിസ്ഥാനിലെ സ്ഥലമാണ്. സോ അവിടെ നിന്ന് വന്നിട്ടുള്ള ആളാണ് അൽ ബിറൂനി എന്ന് പറയുന്നത്. ആൻഡ് അൽ ബിറൂനി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ട ആളാണ്. നമ്മൾ
അഗെയിൻ ഈ ഒരു മെഡീവൽ ഇതിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ചൊക്കെ അവിടുന്ന് ഡിസ്കസ് ചെയ്യും. സോ ഓൺലി 40 ഓഫ് ദ 180 ബുക്സ് ഹി റോട്ട് ഹാവ് സർവൈവ്ഡ്. അദ്ദേഹം മൊത്തം 180 പുസ്തകം എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് 40 എണ്ണം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, കണ്ടെത്തിയിട്ടുള്ളൂ. ഒക്കെ എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും കേട്ടോ. ഒറിജിനൽ നെയിം ഓഫ് അൽബിറൂനി വാസ് അബൂ റിഹാൻ അൽബിറൂനി ആൻഡ് ഹി വാസ് എ ഖവാരിസിമിയൻ ട്രാവലർ. അടുത്തത് he wrote 180 books. Unfortunately, only 40 of them have survived. ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, ശരിയായ സ്റ്റേറ്റ്മെന്റുകളൊക്കെ എടുക്കാനായിട്ടുണ്ടാവും. എന്തായാലും 40 എണ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഹിസ് തഹക്കീഖ് ഇ ഹിന്ദ് അല്ലെങ്കിൽ താരിഖ് ഇ ഹിന്ദ് എന്ന് പറയുന്ന പുസ്തകം covers large number of topics including Indian script, science, geography, astronomy, astrology, philosophy, literature, belief, customs, religions, festivals, rituals, social organization and laws. ഇന്ത്യയെ പറ്റി ഓൾമോസ്റ്റ് എവറിത്തിങ് അല്ലെങ്കിൽ എല്ലാം എന്ത് ചെയ്തിരുന്നു, തഹക്കീഖ് എന്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അൽബിറൂനി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് 11th സെഞ്ചുറി ഇന്ത്യ, 11ാം നൂറ്റാണ്ടിലെ ഇന്ത്യയെ സംബന്ധിച്ചുള്ള വൃത്തിയായ വിവരണം അൽബിറൂനിയുടെ വർക്കിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു സംഭാവനയാണ് ഗുപ്ത ഇറ എന്നാണ് കറക്റ്റ് തുടങ്ങിയത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള എക്സാക്ട് ഇൻഫർമേഷൻ നൽകുന്നത് അൽബിറൂനിയാണ്. അതിൽ പറയുന്നത് 241 years after the beginning of ശകാ ഇറ, ശകാ ഇറ തുടങ്ങിയിട്ട് 241 വർഷങ്ങൾക്ക് ശേഷമാണ് ഗുപ്ത ഇറ തുടങ്ങിയത് എന്ന് ആര് പറയുന്നുണ്ട്, അൽബിറൂനി പറയുന്നുണ്ട്. അതായത് 78 സിയിലാണ് ശകാ ഇറ തുടങ്ങുന്നത്. ഓക്കെ, 78 സിയിലാണ് ശകാ ഇറ തുടങ്ങുന്നത്. ആൻഡ് അത് തുടങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് 241 വർഷം അതിലേക്ക് ആഡ് ചെയ്തപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഗുപ്ത ഇറ തുടങ്ങിയിട്ടുള്ളത്. അതായത് ഏതാണ്ട് ഒരു 319 320 സി സമയത്താണ് ഗുപ്ത ഇറ തുടങ്ങിയത് എന്ന് അൽബിറൂനിയാണ് പറയുന്നത്. അതും ഓർത്തു വെക്കുക. പിന്നെ അടുത്ത ഒരാളാണ് സുലൈമാനുൽ താജിർ എന്ന് പറയുന്നത്. ഇത് നേരത്തെ സെറ്റ് എക്സാമിലും ഏതോ ഒരു എക്സാമിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും സുലൈമാനുൽ താജിർ ഹി വാസ് എ 9th century traveler, middle of the 9th century, and he wrote about പാല പ്രതിഹാര ഗൂർജര അല്ലെങ്കിൽ ഗൂർജര പ്രതിഹാരാസ് പാലാസ് ഇവരൊക്കെ സംബന്ധിച്ച് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് സെറ്റ് എക്സാമിനല്ല HSSTയുടെ എക്സാമിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ ആൾക്കാരെ എന്താണ് പറയുക, ഡൈനസ്റ്റീസിനെയൊക്കെ പറ്റി സുലൈമാനുൽ താജിർ എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ട്രേഡർ ആയിരുന്നു. ദെൻ അൽ മസൂദിയാണ് അടുത്ത ആള്. അല്ലെങ്കിൽ he stayed in India for 2 years from 941 to 943 AD. 941 മുതൽ 43 വരെ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഹി റോട്ട് അബൌട്ട് രാഷ്ട്രകൂട ഡൈനാസ്റ്റി. സോ അൽ മസൂദിനെയും മറന്നു പോകരുത്. പിന്നെ ചാച്ച്നാമ എന്നുള്ളതാണ്. ഇത് സിന്ധ് ഇൻവേഷൻ ഒക്കെ സംബന്ധിച്ചിട്ട് ഒരുപാട് ഇൻഫർമേഷൻ നൽകുന്ന ഒരു പുസ്തകമാണ് ചാച്ച്നാമ എന്ന് പറയുന്നത്. സോ അതിനകത്ത് പ്രധാന സ്റ്റോറി എന്ന് പറയുന്നത് ബ്രാഹ്മണ നെയ്മഡ് ചാച്ച് യുസേർബ്ഡ് ദ ത്രോൺ ഓഫ് സിന്ധ്. ആണ് സിന്ധിലെ ത്രോൺ അല്ലെങ്കിൽ സിന്ധിലെ ഭരണം എങ്ങനെ കൈക്കലാക്കി എന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ചാച്ച് എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ. എന്തായാലും ചാച്ച്നാമ അതിനകത്ത് തന്നെയാണ് അറബ് കോൺക്വസ്റ്റ് ഓഫ് സിന്ധ് 712 മുഹമ്മദ് ബിൻ കാസിമിന്റെ 712 സിന്ധ് ആക്രമണത്തിലേക്ക് സംബന്ധിച്ച് പറയുന്നത് ഈ പറഞ്ഞ ചാച്ച്നാമ എന്ന് പറയുന്ന വർക്കിനകത്താണ്. ആൻഡ് ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് വേർഷൻ വാസ് റിട്ടൺ ബൈ അലി കൂഫി. അലി കൂഫി എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു ട്രാൻസ്ലേറ്റഡ് വേർഷൻ എഴുതിയിട്ടുണ്ട്. സോ ചാച്ച്നാമ എഴുതിയത് ആരെന്ന് ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അലി കൂഫി എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രൊസീഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു അനോണിമസ് എന്നുള്ള രീതിയിലും പോകേണ്ടി വരും എന്നുള്ളതാണ്. ദെൻ ഷാനാമ ഓഫ് ഫിർദൌസി, ഒരു പേർഷ്യൻ എപ്പിക് ആണ് ഫിർദൌസിയുടെ ഷാനാമ എന്ന് പറയുന്നത്. പേർഷ്യൻ പോയട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസിക് ഒരു ഇതിഹാസമാണ് ഷാനാമ എന്ന് പറയുന്നത്, ഫിർദൌസിയുടെ വർക്ക് എന്ന് പറയുന്നത്. സോ അദ്ദേഹം ഇതിന്റെ ഒരു നാഷണൽ എപ്പിക് ആയിട്ട് അവർ കണക്കാക്കുന്നതൊക്കെ ഫിർദൌസിയുടെ ഷാനാമയാണ്. സോ ഷാനാമ എഴുതിയത് ഇറ്റ് ഈസ് ഫിർദൌസി. അടുത്തതാണ് ഗുലിസ്തൻ എന്ന് പറയുന്നത് ബൈ ദ ഫേമസ് സൂഫി സെയിന്റ് സാദി, അല്ലെങ്കിൽ ഒരു സൂഫി പോയിന്റ് ആയിരുന്ന സാദി എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഗുലിസ്തൻ എന്ന് പറയുന്ന വർക്ക് എഴുതിയിട്ടുള്ളത്. സോ ഇതിനകത്തൊന്നും ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ പുസ്തകം എഴുതിയത് ആര് ആൻഡ് ആ ഓദർ ആര് പുസ്തകം എഴുതി, ഈ രീതിയിലാണ് നമുക്ക് ചോദ്യങ്ങൾ വരാറുള്ളത്. ഇനി ഇവിടെ കുറെ ഇറാസിനെ പറ്റി പറയുന്നുണ്ട്. വിക്രമ ഇറ, ശക ഇറ, കാലച്ചൂരി ചേരി ഇറ, ഗുപ്ത ഇറ, കൊല്ലം ഇറ, ചാലൂക്യ വിക്രമ ഇറ. സോ ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട എക്സാമിന് വളരെ അത്യാവശ്യമാണ്. ശക ഇറ തുടങ്ങിയതെന്ന്, അതുപോലെ തന്നെ ഗുപ്ത ഇറ തുടങ്ങിയതെന്ന്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ എക്സാമിന് വരും. ഇനി അതല്ലെങ്കിൽ എങ്ങനെ വരുന്ന വെച്ചാല് ഇതിനെല്ലാം തന്നിട്ട് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇതൊക്കെ എക്സാമിന് ഒരുപാട് വന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു ലെവലിലുള്ള ചോദ്യങ്ങളാണ്. സോ വിക്രമ ഇറ 58 BC-യിലാണ്, ശക ഇറ 78 CE-യിലാണ്. സോ കണ്ടു നമുക്ക് ജസ്റ്റ് 20 കൊല്ലത്തിന് വ്യത്യാസമുള്ളതെന്ന് തോന്നുന്നു, പക്ഷെ അങ്ങനെയല്ല, ഇത് BC ആണ്. ഓക്കെ, അതായത് 0യുടെ മുന്നേ 50 കൊല്ലം, പിന്നെ 0ക്ക് ശേഷം 78 കൊല്ലം. സോ ഏതാണ്ട് എന്താണ് പറയുക
78ഉം 58ഉം എത്രയായി? ഒരു 128 വർഷത്തിന്റെ വ്യത്യാസം വിക്രമ ഇറയും ശക ഇറയും തമ്മിലുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ദെൻ കാലച്ചൂരി ചേതി ഇറ 248 സിയിലാണ്. ഗുപ്ത ഇറ 319 സി ആണ്. കൊല്ലം ഇറ നമ്മുടെ മലയാളം വർഷം എന്ന് പറയുന്നത് 824 സിയിലാണ് തുടങ്ങുന്നത്. ചാലൂക്യ വിക്രമ ഇറ എന്ന് പറയുന്നത് 1076ലാണ് തുടങ്ങുന്നത്. സോ മറന്നുകൊണ്ട. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു ലിറ്ററേച്ചറിന്റെ ആസ്പെക്ടിനകത്ത് നമുക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. സോ ഫാർ വി ഹാവ് ഡിസ്കസ്ഡ് ലോട്ട് ഓഫ് തിങ്സ് ഫ്രം ദ ലിറ്ററേച്ചർ. ഇനി നമുക്കുള്ളത് ആർക്കിയോളജിയുടെ ഭാഗത്തുള്ള കുറച്ച് സംഗതികളാണ്. സോ നമുക്ക് അതും കൂടി നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സോ ആർക്കിയോളജി ആൻഡ് ദ ഏർലി ഇന്ത്യൻ പാസ്റ്റ്. ആർക്കിയോളജിയിലേക്ക് വരികയാണെങ്കിൽ അതിനകത്ത് ഒന്ന് എക്സ്പ്ലോറേഷനും മറ്റൊന്ന് എക്സ്കവേഷനുമാണ്. സോ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു സ്ഥലത്ത് പഴയകാല റിമൈൻസ് ഉണ്ടോ എന്ന് കണ്ടെത്തുന്നത്. അതായത് ആ സ്ഥലം ഇത്തരത്തിലുള്ള പഴയകാലത്തെ അധിവാസ കേന്ദ്രമാണോ എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് എക്സ്പ്ലോറേഷൻ. നമ്മൾ അത് തിരഞ്ഞു നടക്കുക, അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയില്ലേ. സോ അതാണ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. അതേസമയം എക്സ്കവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്ഥലം കണ്ടെത്തിക്കഴിഞ്ഞാൽ അവിടെ ഡിഗ് ചെയ്യുക, അവിടെ മൈൻ ചെയ്യുന്ന, അവിടെ എക്സ്കവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സ്കവേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും പാസ്റ്റ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, ഈ മെറ്റീരിയൽ റിമൈൻസ് കിട്ടുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ എക്സ്കവേഷൻ നടത്താറുള്ളത്. അതിനാണ് നമ്മൾ സൈറ്റ് എന്ന് പറയുക. അങ്ങനെയുള്ള എക്സ്കവേഷൻ ഒക്കെ നടത്തുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ റിമൈൻസ് കിട്ടിയ സ്ഥലങ്ങൾ നമ്മൾ മെസോളിത്തിക് സൈറ്റ്, പാലിയോളിത്തിക് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ സൈറ്റുകൾ എന്ന് പറയുന്നത് ആ ഒരു ഇൻഡസ് വാലി സൈറ്റ് എന്നൊക്കെ പറയില്ലേ. സോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ഹ്യൂമൻ ആക്ടിവിറ്റി കണ്ടെത്തിയ സ്ഥലങ്ങളാണ്. ഇനി ലാൻഡ് സാറ്റ് ഇമേജറി. ഓക്കെ, ലാൻഡ് സാറ്റ് ഇമേജറി is a remote sensing technique that uses satellite scanners to create digital images of the Earth's surface. It helps to identify features like ancient river course, canals, embankment, and a buried settlement. So Landsat imagery എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു റിമോട്ട് സെൻസിങ് ടെക്നിക് ആണ്, ഒരു കൈൻഡ് ഓഫ് എക്സ്പ്ലോറിംഗ് ടെക്നിക് ആണ്. പഴയകാലത്തെ ഈ നദിയുടെ കോഴ്സും കാര്യങ്ങളൊക്കെ കണ്ടെത്താനൊക്കെ ഇങ്ങനെയുള്ള ഇമേജുകളോട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ടോപ്പ് നിന്ന് ഇമേജ് എടുത്തു കഴിഞ്ഞാൽ, സോ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ആർക്കിയോളജി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കസാരയിലൊക്കെ ഇരുന്ന് ഒരു പുസ്തകമൊക്കെ വായിച്ച് അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിന്റെ ഒക്കെ മുന്നിൽ ഇരുന്നിട്ടുള്ള പരിപാടിയല്ല. ഇൻസ്റ്റഡ് ഇറ്റ് ഈസ് ഫീൽഡ് വർക്ക്, അല്ലെങ്കിൽ ഫീൽഡിൽ ഇറങ്ങിയിട്ടുള്ള പരിപാടിയാണ് ആർക്കിയോളജി എന്ന് പറയുന്നത്. ആൻഡ് ഹിസ്റ്ററിയിൽ ആർക്കിയോളജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹിസ്റ്ററിയുടെ റൈറ്റിങ്ങിലേക്ക് അല്ലെങ്കിൽ ഹിസ്റ്ററി നിർമ്മിച്ചെടുക്കുന്നതിലേക്ക് ആർക്കിയോളജിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കിയോളജി കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. എന്തായാലും എക്സ്കവേഷൻസ് ക്യാൻ ബി ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ, രണ്ട് രീതിയിലും എക്സ്കവേഷൻ നടക്കാം. അതായത് നമ്മളെ എങ്ങനെ പറയല്ലേ, ഇതൊരു സൈറ്റ് എന്ന് വിചാരിക്കുക, ഒരു വലിയ സൈറ്റാണ്, ചെറുതൊന്നല്ല, ഒരുപാട് പരന്ന് കിടക്കുന്ന ഒരു സൈറ്റാണ്. ആൻഡ് ഈ സൈറ്റിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഹൊറിസോണ്ടലി എക്സ്കവേറ്റ് ചെയ്യാം. ഹൊറിസോണ്ടൽ എന്ന് വെച്ചാൽ ഇവിടെ മൊത്തത്തിൽ കളച്ച് ഫുള്ളായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്, നമ്മൾ തിരശ്ചീനമായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം നമുക്ക് അതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വെർട്ടിക്കലി എക്സ്കവേറ്റ് ചെയ്യാം. വെർട്ടിക്കലി എക്സ്കവേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ളൂ, നമ്മൾ ഇവിടെ കളക്കും, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഴത്തിലേക്ക് കളച്ചു പോകുന്നു. പക്ഷെ ഇവിടെ നിന്ന് നമ്മൾ കളക്കുന്നില്ല, പിന്നെ ചിലപ്പോൾ ഇവിടെ മാത്രമേ കളക്കുള്ളൂ. ഓക്കെ, പിന്നെ എവിടെ ഒന്ന് കളക്കും. അതായത് മുഴുവനായിട്ട് എക്സ്കവേറ്റ് ചെയ്യുന്നതിന് പകരം കുറച്ച് പ്ലേസുകൾ മാത്രം എക്സ്കവേറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ വെർട്ടിക്കൽ എക്സ്കവേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സംഗതിയാണ് ഗ്രിഡ് എക്സ്കവേഷൻ എന്ന് പറയുന്നത്. ഗ്രിഡ് എക്സ്കവേഷന്റെ പ്രത്യേകത വെച്ചാല് ഇത്രയുള്ളൂ, നമ്മള് മൊബൈൽ ഫോണിലൊക്കെ കണ്ടില്ല, ഫോട്ടോ എടുക്കുമ്പോൾ ഗ്രിഡ് വരുന്നത് കറക്റ്റ് സൈസിലുള്ള സ്ക്വയറുകളായിട്ട് നമ്മൾ തിരിക്കും. ഓക്കെ, അപ്പൊ കറക്റ്റ് സൈസിലുള്ള സ്ക്വയറുകളായിട്ട് തിരിച്ചിട്ട് എന്ത് ചെയ്യും, അതിൽ എക്സ്കവേഷൻ നടത്തും. ഇത് നമ്മൾ ഹൊറിസോണ്ടലി എക്സ്കവേറ്റ് ചെയ്യണമെങ്കിൽ വളരെ നല്ല രീതിയാണ്, പക്ഷെ അത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്, ഒരുപാട് എക്സ്പെൻസീവ് ആണ്. സോ വെർട്ടിക്കൽ ആകുമ്പോൾ കുറച്ച് ലെസ് എക്സ്പെൻസീവ് ആണ്, കാരണം ഇവിടെ മാത്രം കളച്ചെടുത്താൽ മതി. പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിന്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മിസ്സായി പോകും. അപ്പോൾ ഇവിടെ അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് ഗ്രിഡ് എക്സ്കവേഷൻ എന്നുള്ളതാണ്. ഗ്രിഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യും, പിന്നെ ഇത് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യില്ല, ഇതും ചെയ്യില്ല, ഇത് എക്സ്കവേറ്റ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ഇത് ഇല്ല, ഇതും ഇല്ല, അതൊക്കെ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുന്നില്ല. അതേസമയം ഇത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, പിന്നെ ഇത് ചെയ്യുന്നു, ഇതില്ല, ഇതുമില്ല, ഇതുമില്ല. പറഞ്ഞു വരുന്നത് ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ബ്ലാങ്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും. അതിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരു വലിയ സാധനം ഉണ്ട് ഇവിടെ വിചാരിക്കുക. സോ നമ്മൾ ഇവിടെ എക്സ്കവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പാർട്ട് അവിടെ കാണുന്നുണ്ട്, അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ പാർട്ട് കാണും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ
കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, പിന്നെ വേണമെങ്കിൽ എടുക്കണമെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ അത് ലീവ് ചെയ്ത് പോവുകയും ചെയ്യാം. പറഞ്ഞു വരുന്നത് ചീപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഗ്രിഡ് എക്സ്കവേഷന്റെയും ഈ പറഞ്ഞ വെർട്ടിക്കലിന്റെ ഒക്കെ പ്രത്യേകത. പക്ഷെ വെർട്ടിക്കൽ ആകുമ്പോൾ ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്, മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതാവുമ്പോൾ വീണ്ടും ഇതിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും, കിട്ടുമെന്നുള്ളതാണ്. ഇനി ഇതിന്റെ ചെറിയൊരു സാധനം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പോകും, അത്രേ ഉള്ളൂ, അതിൽ വേറെ ഒന്നും പറയാനില്ല. ആൻഡ് ട്രെഞ്ച് എക്സ്കവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ വെർട്ടിക്കൽ പോലെ ആഴത്തേക്ക് കുഴിച്ചു പോകുന്നതാണ്. സോ പറഞ്ഞു വരുന്നത് ഈ എക്സ്കവേഷൻ എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയല്ല. നമുക്ക് വിചാരിക്കും JCB കൊണ്ടുവന്നിട്ട് നിരത്തി അങ്ങോട്ട് മാന്തി എടുത്താൽ പോരെ, ഹൊറിസോണ്ടലി അങ്ങോട്ട് നിരത്തിയാൽ പോരെ എന്നൊക്കെ. അത് നമുക്ക് വീടൊക്കെ വേണ്ടിയിട്ട് സ്ഥലം ലെവൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യാം. പക്ഷെ ഇതല്ല, ഇത് എക്സ്കവേഷൻ ആണ്. സ്വാഭാവികമായിട്ടും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള, വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ മതിയാവും അതാകെ ചിന്നിച്ചെതറാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രിസൈസ് ആയിട്ട് ചെറിയ ചെറിയ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഈ എക്സ്കവേഷൻ ഇവർ കണ്ടക്ട് ചെയ്യുക. ബ്രഷും ഇതൊക്കെ എടുത്ത് പെയിന്റ് ചെയ്യുന്ന ബ്രഷൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് ഇത് ഡീൽ ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ സാധനം ഭൂമിയിൽ കിടക്കുന്നത് വർഷങ്ങൾ പഴക്കത്തിലാണ്. അതൊരു ലെവലിൽ ഇങ്ങനെ സെറ്റായി കിടക്കുകയാണ്. തൊട്ടതിന് ചിലപ്പോൾ പൊട്ടിപ്പോവും, അല്ലെങ്കിൽ ആ ഒരു ക്ലൈമറ്റിനകത്ത് ഒരു ടെമ്പറേച്ചറിനകത്തൊക്കെ അത് റെഡി ആയി ഇങ്ങനെ കിടക്കായിരിക്കും. അത് പെട്ടെന്ന് എക്സ്പോസ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അതിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എക്സ്കവേഷന്റെ കൂടെ തന്നെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എന്നൊക്കെ പറയുന്നത്. അതിന്റെ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് എങ്ങനെയായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ കറക്റ്റ് അവര് റെക്കോർഡ് ചെയ്ത് വെക്കും എന്നുള്ളതാണ്. പിന്നെ ഇവർ കണ്ടെത്തിയ സാധനങ്ങൾ എന്ത് ചെയ്യണം, പുറം ലോകം അറിയണം. ഇപ്പൊ ഹാരപ്പയിൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്തൊക്കെ നമ്മൾ പഠിച്ചത് അവിടെ പോയി ചെന്ന് കണ്ടിട്ടാണോ? അല്ല. എന്താണ് അതെന്ന് വെച്ചാല് അവിടെ ഇങ്ങനെ സംഭവം നടന്നു എന്നുള്ളത് പുറം ലോകത്തിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവരത് പബ്ലിഷ് ചെയ്യും. അത് പ്രത്യേകം ജേണലിലും ആർട്ടിക്കിളിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, അവരത് പബ്ലിഷ് ചെയ്യും. മറ്റുള്ള രീതിയിലൊക്കെ അത് പുറം ലോകത്തിനെ അറിയിക്കും. പുസ്തകങ്ങളിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, അത് പബ്ലിഷ് ചെയ്യും എന്നുള്ളതാണ്. സോ ഇതാണ് ആർക്കിയോളജിയും എക്സ്കവേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇനി മറ്റൊരു ഏരിയയാണ് മറൈൻ ആർക്കിയോളജി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞൊക്കെ ലാൻഡിലുള്ള കാര്യമാണ്. പക്ഷെ പഴയ കാലത്തെ മനുഷ്യന്മാരുടെ അധിവാസം എന്ന് പറയുന്നത് ഇന്നത്തെ കടൽ മൂടി കിടക്കുന്ന പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ കപ്പലിൽ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും. കപ്പൽ എന്ന് വെച്ചാൽ അന്നത്തെ കാലത്തുള്ള എന്താണ് പറയല്, ഗതാഗതത്തിനൊക്കെ വേണ്ടി കടലിൽ അവർ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. പോർട്ട് സിറ്റീസ് ഉണ്ടായിരിക്കും, അവിടെയൊക്കെ സബ്മേർജ്ഡ് ആയിട്ടുള്ള വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെയൊക്കെ ആർക്കിയോളജിക്കാർ എക്സ്കവേഷൻ നടത്തും. അതിനാണ് നമ്മൾ എന്താ പറയാ, മറൈൻ ആർക്കിയോളജി എന്ന് പറയാം. സോ മറൈൻ ആർക്കിയോളജി ആകുമ്പോൾ വെള്ളത്തിന്റെ അടിയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കരയിൽ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റൂല. സ്വാഭാവികമായിട്ടും അവിടെ ആരുടെ സഹായം വേണ്ടി വരും, ഓഷ്യനോഗ്രാഫേഴ്സിന്റെ സഹായം വേണ്ടി വരും, ജിയോളജിസ്റ്റുകളുടെ സഹായം വേണ്ടി വരും, ജിയോ ഫിസിസ്റ്റുകളുടെ സഹായം വേണ്ടി വരും. അതുപോലെ തന്നെ സാധാ ഫോട്ടോഗ്രാഫേഴ്സിനെ കണ്ടിട്ട് കാര്യമില്ല, ഡൈവർ ഫോട്ടോഗ്രാഫേഴ്സ്, അതായത് വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാരൊക്കെ വേണ്ടി വരും. സോ ഇത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഇത്തരത്തിൽ മറൈൻ ആർക്കിയോളജിയുടെ ഭാഗമായിട്ട് നമ്മള് പുറം ലോകത്തേക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് ദ്വാരക എന്ന് പറയുന്നത്. സോ ദ്വാരക എന്ന് പറയുന്നത് ഒരു സബ്മേർജ്ഡ് പോർട്ട് സിറ്റി ആയിരുന്നു. അവിടെ ഫോർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, ഗോയിങ് ബാക്ക് ടു 1500 BC, 1500 BC സമയത്തൊക്കെ. പിന്നെ നമുക്കറിയാം ഈ ഹാരപ്പൻ സിവിലൈസേഷനായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഒരുപാട് സൈറ്റുകൾ ആ രീതിയിലുള്ള അല്ലെങ്കിൽ അവരുടെ പോർട്ട് സിറ്റികളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ പറഞ്ഞു വരുന്നത് ദ്വാരക ഇതിലെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ്. ഗുജറാത്തിലാണ് കേട്ടോ ദ്വാരക ഉള്ളത്. പിന്നെ നമ്മൾ ലോത്തൽ അറിയാലോ. സോ ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. പിന്നെ പാലിയന്റോളജി. ഓക്കെ, പാലിയന്റോളജി എന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റഡി ഓഫ് ദ റിമൈൻസ് ഓഫ് ദ ഡെഡ്, അതായത് ഡെഡ് ഓർഗാനിസംസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ റിമൈൻസിനെ പറ്റി പറയുന്ന പഠിക്കുന്ന ഒരു ശാഖയാണ് പാലിയന്റോളജി എന്ന് പറയുന്നത്. എത്ര വെച്ചാൽ ഡെഡ് ആയിട്ടുള്ള ഓർഗാനിസംസ്, അതായത് പണ്ട് മരിച്ചു പോയിട്ടുള്ള ഓർഗാനിസംസ്, എൻഡ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ പറ്റി പഠിക്കുന്നതാണ് പാലിയന്റോളജി എന്നുള്ളത് ഓർത്തു വെക്കുക. ദെൻ അതിലൂടെ എന്താണ് പറയുക, വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു പോയിട്ടുള്ള, വർഷങ്ങൾക്ക് മുന്നേ ഡെഡ് ആയിട്ടുള്ള ഓർഗാനിസംസിനാണ് പാലിയന്റോളജിയിൽ പഠിക്കുന്നത്. ദെൻ അത് എങ്ങനെ പഠിക്കുന്നത് വെച്ചാൽ പണ്ട് മരിച്ചു പോയതാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എങ്ങനെയാ പറയല്, ഭയങ്കര അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിനെ നമുക്ക് കിട്ടൂല. ബോൺസ് ആണ് ബാക്കി ഉണ്ടാവുക. സോ ബോൺസ് ഉണ്ടായിരിക്കും, ഡെന്റൽ സ്ട്രക്ചർ ഉണ്ടാവും. ആൻഡ് ഇത് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മനുഷ്യനെ പറ്റി ഒരു വിധപ്പെട്ട കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ, അയാളൊരു ആക്രമണത്തിൽ മരിച്ചതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അയാളുടെ ബോണിൽ വല്ല ഡാമേജ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ബോണിൽ വെട്ടേറ്റ പാടൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ അയാളുടെ ബോണിനെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ന്യൂട്രീഷൻ, അവർക്ക് അസുഖങ്ങൾ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠന വിധേയമാക്കാൻ പറ്റും. ഡെന്റൽ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാലും അതിനകത്ത് വൈറ്റമിൻസിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തേ പറ്റും, അവരുടെ എത്രമാത്രം നല്ല ലൈഫ് സ്റ്റൈലാണ് ഉണ്ടായിരുന്നത്, എത്രമാത്രം ന്യൂട്രീഷ്യസ് ആയിരുന്നു, അസുഖങ്ങൾ ഉണ്ടായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ ഏതാണ്ട് പറ്റും. പിന്നെ ആ വ്യക്തിയുടെ പ്രായം എത്രയാണ്,
ഒരു ബോണൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് മെഡിക്കൽ സയൻസിലൊക്കെ നമുക്കുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് പാലിയന്റോളജി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ചരിത്രത്തിൽ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ അടുത്താണ് പാലിയോ പത്തോളജി എന്ന് പറയുന്നത്. ഇത് വേറെ തന്നെ ബ്രാഞ്ചാണ്. നമുക്ക് ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും പത്തോളജി എന്ന് പറയുന്നത്. സോ പാലിയോ പത്തോളജി ഇസ് എ സ്റ്റഡി ഓഫ് ഡിസീസസ് ancient people suffered from by analyzing their bones. അവരുടെ ബോണുകളൊക്കെ നമ്മൾ പഠിച്ചിട്ട് എന്ത് ചെയ്യും, അവർക്ക് എന്തൊക്കെ അസുഖങ്ങളാണ് ഉണ്ടായത് എന്ന് കണ്ടെത്തുന്ന ഒരു ബ്രാഞ്ചാണ് പാലിയോ പാത്തോളജി എന്ന് പറയുന്നത്. ഇനിയും ഈ ഡേറ്റിംഗ് ടെക്നിക്ക്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡേറ്റിംഗ് അല്ല, ഇവിടുത്തെ ഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർക്കിയോളജിക്കൽ റിമൈൻസിന്റെ അല്ലെങ്കിൽ മെറ്റീരിയൽ റിമൈൻസിന്റെ പഴക്കം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് ഉപയോഗിക്കുന്ന ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ് റേഡിയോ കാർബൺ അല്ലെങ്കിൽ കാർബൺ 14 ഡേറ്റിംഗ് എന്ന് പറയുന്നത്. സോ കാർബൺ 14 എന്ന് പറയുന്നത് ഡേറ്റിംഗ് ടെക്നോളജി ആയിട്ട് അതിനെ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് വില്ലാർഡ് ലിബിയാണ്. ഇതൊക്കെ എക്സാമിന് കുറെ ചോദിച്ചിട്ടുണ്ട്, സെറ്റ് എക്സാമിലും ഈ പറഞ്ഞ നെറ്റ് എക്സാമിലും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. വില്ലാർഡ് ലിബി 1949 1949 ചെയ്യുന്നത് ഈ കാർബൺ 14 ഒരു ഡേറ്റിംഗ് ടെക്നിക് ആയിട്ട് കണ്ടെത്തുന്നത്. ആൻഡ് ഹി വാസ് ആൻ അമേരിക്കൻ കെമിസ്റ്റ്. അദ്ദേഹം ഒരു അമേരിക്കൻ കെമിസ്റ്റ് ആയിരുന്നു. ആൻഡ് അദ്ദേഹം ഇതിലൂടെ എന്ത് ചെയ്യുന്നു, എല്ലാ മെറ്റീരിയലിന്റെയും പുറത്ത് കാർബൺ ഉണ്ട്. ഈ കാർബൺ ഇങ്ങനെ ഹാഫ് ഏജ് കണ്ടെത്തിയിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ കാലപ്പഴക്കം ഇവർ കണ്ടെത്തിയിരുന്നത് എത്രമാത്രം റിമൈനിങ് ആയിട്ടുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് അതിന്റെ ഓരോ സംഗതികളുടെയും ഏജ് അവർ മനസ്സിലാക്കിയിരുന്നത്. ഇനി ഈ കാർബൺ 14 മാത്രമല്ല, അതല്ലാത്ത ഒരുപാട് ഡേറ്റിംഗ് ടെക്നിക്കുകൾ ഉണ്ട്. സോ അതിനകത്ത് വരുന്നതാണ് ഒന്ന് കാർബൺ 14 ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അതിനകത്ത് ചാർക്കോൾ, വുഡ്, ബോൺ, ഇതിനകത്തൊക്കെയാണ് കാർബൺ 14 നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ദെൻ തെർമോ ലൂമിനിസെൻസ് മെത്തേഡ് എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം. തെർമോ ലൂമിനിസെൻസ് മെത്തേഡ് എന്നതാണ്. സോ അത് പ്രധാനമായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ഇനോർഗാനിക് മെറ്റീരിയൽ ഹീറ്റഡ് റാപ്പിഡ്ലി, അതായത് പോട്ടറി, ടെറാക്കോട്ട, ബേൺഡ് ഫ്ലിന്റ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് ചെയ്തിരുന്നത്. ഈ പറഞ്ഞ തെർമോലൂമിനിസെൻസ് ഉപയോഗിക്കാറുള്ളത്. അതായത് ജീവനുള്ള വസ്തുക്കളിലല്ല, അതല്ലാത്ത മറ്റുള്ള ഇൻഓർഗാനിക് ആയിട്ടുള്ള സംഗതികളാണ്. ഇതിൽ പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ് ആണ്. അത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വോൾക്കാനിക് റോക്കിലാണ്. അതായത് ഈ റോക്കുകളുടെ പ്രായം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് എന്നുള്ളതാണ്. യൂസ്ഡ് ഓൺ ബോൺ ആൻഡ് ഷെൽ, ഷെല്ലിലും ബോണിലൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ യുറേനിയം സീരീസ് ഓഫ് ഡേറ്റിംഗ് എന്ന് പറയുന്നത് യൂസ്ഡ് ഓൺ റോക്സ് വിത്ത് കാൽഷ്യം കാർബണേറ്റ്, അതായത് റോക്കിന്റെ ഒക്കെ കാലപ്പഴക്കം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. ദെൻ ഫിഷൻ ട്രാക്ക് ഡേറ്റിംഗ് എന്നുള്ളതാണ്. യൂസ്ഡ് ഓൺ certain rocks and minerals, obsidian, glass, mica, ഇതിനൊക്കെ പുറത്താണ് അത് ഉപയോഗിക്കാറുള്ളത്. സോ ഇത്രയും ഓർത്തു വെക്കുക. ഇനി കുറച്ചും കൂടി ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, പാലിയോ മാഗ്നറ്റിക് ഡേറ്റിംഗ് എന്നുള്ളതാണ്. യൂസ്ഡ് ഓൺ മാഗ്നറ്റൈസ്ഡ് സെഡിമെന്റ്സ്, വോൾക്കാനിക് ക്ലേ, ലാവ ഇങ്ങനെയുള്ളതിനൊക്കെ പുറത്താണ് ഇതിരുന്നത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ അമിനോ ആസിഡ് അനാലിസിസ് ബോണിലാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഡെൻഡ്രോക്രോണോളജി, ഇത് എന്തായാലും പഠിച്ചു വെക്കണം. ഡെൻഡ്രോക്രോണോളജി ട്രീ റിംഗ് ഡേറ്റിംഗ് എന്നുള്ളത്, അതായത് മരങ്ങൾക്കൊക്കെ ഓരോ വർഷങ്ങളിൽ ഉണ്ടാവുന്ന കുറച്ച് നിങ്ങൾ തേക്കൊക്കെ കുറച്ച് കാണാൻ പറ്റും, കാതൽ എന്ന് പറയില്ലേ. സോ അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ കാലപ്പഴക്കം കണ്ടെത്താനായിട്ട് പറ്റും. ഡെൻഡ്രോക്രോണോളജി പ്രധാനമായിട്ടും മരങ്ങളിൽ, ടിംബർ ഇൻ നോൺ ട്രോപ്പിക്കൽ ഏരിയാസ് ആണ് പ്രധാനമായിട്ടും ടിംബറിന്റെ മോളാണ് ഇത് യൂസ് ചെയ്തിരുന്നത്. ഒപ്റ്റിക്കലി സ്റ്റിമുലേറ്റഡ് ലൂമിനിസെൻസ് എന്നുള്ള OSL എന്ന് പറയുന്നത് ബെറീഡ് സെഡിമെന്റ്സ് ബിലീവ് ടു ബി അൺഡിസ്റ്റർബ്ഡ്, അതായത് മണ്ണിന്റെ അടിയിൽ വെളിച്ചം തട്ടാതെ കിടക്കുന്ന സംഗതികളാണ് ചെയ്യുന്നത്. ഒപ്റ്റിക്കലി സ്റ്റിമുലേറ്റഡ് ലൂമിനിസെൻസ് മെത്തേഡിലൂടെ നമ്മൾ അതിന്റെ കാലപ്പഴക്കം കണ്ടെത്താറുള്ളത് എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ഒരുപാട് ടെക്നിക്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കാർബൺ ഡേറ്റിംഗ് ആണ്, കാർബൺ 14. ഇതിന് പൊട്ടാസ്യം ആർഗൺ എന്നുള്ളത് എന്തിനാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതിനകത്ത് വരുന്നത് നേരത്തെ പറഞ്ഞ ഡെൻഡ്രോക്രോണോളജി, ഇത്രയെങ്കിലും ചുരുങ്ങിയ പക്ഷം ഓർത്ത് വെക്കുക. പിന്നെ ഇതിനകത്ത് വേറെ സംഗതി ഉള്ളത് ഇലക്ട്രോൺ എന്നൊക്കെ പറയുന്നത് ഇലക്ട്രോൺ, ബോൺ, ആ രീതിയിൽ ഓർത്ത് വെക്കുക. അതായത് ബോണിന്റെ ഡേറ്റിങ്ങിനാണ് ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് ഒക്കെ ഉപയോഗിക്കുന്നത്, ബോൺ, ഇലക്ട്രോൺ. പിന്നെ യുറേനിയം എന്നുള്ളത് പ്രധാനമായിട്ടും റോക്കുകളിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, യുറേനിയം റോക്ക്, ആ രീതിയിൽ ഓർത്ത് വെക്കുക. യുറേനിയം, ഇതിവിടെ യുറേനിയം സീരീസ് ഡേറ്റിംഗ് എന്നൊക്കെ പറയുന്നത് റോക്കിന്റെ മുകളിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫിഷൻ ട്രാക്ക് അതെന്താണ്, റോക്കിലാണ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ഓൺ സെർട്ടൻ റോക്സ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള റോക്കിലൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കാർബൺ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ ബോണുകളിലൊക്കെയാണ് കാർബൺ ഡേറ്റിംഗ് യൂസ് ചെയ്തത്. കാർബൺ എന്നുള്ളത് ബോണിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ തെർമോ ലൂമിനിസെൻസ് എന്ന് വെച്ചാൽ ഇനോർഗാനിക് മെറ്റീരിയൽ
ഹീറ്റഡ് റാപ്പിഡ്ലി അത് ചൂടാക്കിയിട്ടാണ് എന്ത് ചെയ്യുക അത് ഉപയോഗിക്കാറുള്ളത്. സോ തെർമോലൂമിനിസെൻസ് എന്നുള്ളത് തെർമോമീറ്റർ എന്നൊക്കെ അറിയില്ലേ, ഒക്കെ ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ആ രീതിയിൽ ഓർത്തു വെക്കുക. സോ ഇത്തരത്തിലുള്ള പല പല രീതികൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. സോ ഇവിടെ പൊട്ടാസ്യം ആർഗൺ, പൊട്ടാസ്യം എന്നൊക്കെ പറയുമ്പോൾ ഒരു പൊട്ടുന്നുണ്ട് അല്ലെ, പൊട്ടുന്നൊരു സാധനമാണ് വോൾക്കാനോ എന്ന് വെച്ചാൽ അഗ്നിപർവ്വതം പൊട്ടുക എന്നൊക്കെ പറയുന്നത്. സോ വോൾക്കാനിക് റോക്സിലാണ് പൊട്ടാസ്യം ആർഗൺ മെത്തേഡ് യൂസ് ചെയ്യാറ് ഉള്ളത്. സോ പൊട്ടുന്ന അഗ്നിപർവ്വതം എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഓർത്ത് വെക്കുക. എന്തായാലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചു എന്നേ ഉള്ളൂ. ആ ഒരു പ്രധാനപ്പെട്ടത് എന്ത് ചെയ്യുക മറന്നു പോവാതിരിക്കുക എന്ന് ചുരുക്കം. പിന്നെ ഇതില് അടുത്തത് എത്നോഗ്രാഫി എന്നുള്ളതാണ്. എത്നോഗ്രാഫി എന്ന് പറയുന്നതും എത്നോ ആർക്കിയോളജി എന്ന് പറയുന്നതും നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എത്നോഗ്രാഫി എന്ന് വെച്ചാൽ ഫോക്കസ് ഓൺ സ്റ്റഡിങ് എക്സിസ്റ്റിംഗ് കൾച്ചേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, അതായത് നിലവിൽ നിലനിൽക്കുന്ന ഇപ്പൊ നമ്മൾ ഡിഫറെന്റ് ഗ്രൂപ്പുകളൊക്കെ എടുത്ത് പഠിക്കാറുണ്ട്, ട്രൈബൽ ഗ്രൂപ്പുകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അത് നമുക്ക് എത്നോഗ്രാഫി എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എത്നോ ആർക്കിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രേ ഉള്ളൂ, പഴയ ഇങ്ങനെയുള്ള എത്നിക് ഗ്രൂപ്പുകളെ പറ്റി പഠിക്കാണ്. പക്ഷെ അത് പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇന്നത്തെ എത്നിക് ഗ്രൂപ്പുകളിൽ നിന്ന് ബാക്കിലേക്ക് നമ്മൾ നോക്കും. അതായത് ഒരു കമ്പാരിസണിലൂടെ എന്ത് ചെയ്യുക നമ്മളത് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ how traditional methods such as agriculture, house building and craft connected to past societies. ഇന്ന് ചെയ്യുന്ന ഈ പ്രാക്ടീസുകൾ പാസ്റ്റ് സൊസൈറ്റിയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ ഒരു ഇന്നത്തതും അന്നത്തതും നോക്കിയിട്ട് ബാക്കിലേക്ക് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എത്നോ ആർക്കിയോളജി ബ്രാഞ്ച് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. സോ പുതിയതിനെ നോക്കിയിട്ട് എന്ത് ചെയ്യും നമ്മൾ പഴയതിനെ പഠിക്കും എന്നുള്ളതാണ് എത്നോ ആർക്കിയോളജിയിലൂടെ ചെയ്യുന്നത്. ഇനി 1 സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇനി നമുക്കുള്ളത് ആൻഷ്യന്റ് ആൻഡ് ഏർലി മെഡീവൽ സ്ക്രിപ്റ്റ് ആണ്. ആ കാലത്തെ സ്ക്രിപ്റ്റുകളെ സംബന്ധിച്ചാണ് എന്ത് ഇനി നമ്മൾ പറയുന്നത്. അതും അതിനെ കുറച്ച് ടേംസ് ഉണ്ടോ. സോ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എപ്പിഗ്രാഫി. ഓക്കെ, സോ സ്റ്റഡി ഓൺ ഇൻസ്ക്രിപ്ഷൻസ്, ഇൻസ്ക്രിപ്ഷൻസിനെ സംബന്ധിച്ചിട്ടുള്ള ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ആണ് എന്ത് എപ്പിഗ്രാഫി എന്ന് പറയുന്നത്. ഇൻസ്ക്രിപ്ഷനെ പറ്റിയിട്ടുള്ള ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ആണ് എപ്പിഗ്രാഫി എന്ന് പറയുന്നത്. അതേസമയം പാലിയോഗ്രാഫി എന്ന് പറഞ്ഞ വേറെ ബ്രാഞ്ച് ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാല് എപ്പിഗ്രാഫി ഇൻസ്ക്രിപ്ഷൻസിനെ സംബന്ധിച്ചാണ്. അതായത് വുഡ്, മെറ്റൽ, ഐവറി, പ്ലാക്ക്, ബ്രോൺസ്, സ്റ്റാച്യു, ബ്രിക്സ്, ക്ലേ, ഷെൽ, പോട്ടറി, ഇതിന്റെയൊക്കെ മുകളിൽ എഴുതിയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസ് എനി റൈറ്റിംഗ് എന്നുള്ളതാണ്. അതേസമയം പാലിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ആ സമയത്തെ എഴുത്തിനെ പറ്റിയിട്ടുള്ളതാണ്. മറ്റേത് എഴുതിയിട്ടുള്ള മെറ്റീരിയൽ അടക്കം കൺസിഡർ ചെയ്യുന്നതാണ് എന്ത് എപ്പിഗ്രാഫി എന്ന് പറയുന്നത്. അതേസമയം പാലിയോഗ്രാഫി എന്ന് വെച്ചാൽ ആ റിട്ടേൺ റൈറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈലിനെ പറ്റിയിട്ടുള്ള പഠനമാണ്. ജസ്റ്റ് ഓർത്ത് വെക്കുക, ഇതിൽ എപ്പിഗ്രാഫിയും പാലിയോഗ്രാഫിയും ഉണ്ട്. ഗ്രാഫി എന്ന് വെച്ചാൽ എഴുത്താണെന്നുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. പിന്നെ ദ ഏർലിയസ്റ്റ് ഡിസൈഫേർഡ് ഇൻസ്ക്രിപ്ഷൻസ് ഡേറ്റ് ബാക്ക് ടു ദ 4th century BC. അത് 4ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതായിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസ് ആണ് ബ്രഹ്മി ആൻഡ് കരോഷ്ടി എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ഇന്ത്യയിൽ ഏർലിയസ്റ്റ് ഡിസൈഫേർഡ്, അതായത് ഏറ്റവും പഴക്കം ചെന്ന വായിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ബ്രഹ്മിയും കരോഷ്ടിയുമാണ്. അതിൽ തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ തന്നെ ഓൾഡസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബ്രഹ്മി എന്നാണ്. വായിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഓൾഡസ്റ്റ് എന്ന് പറയുന്നത് ബ്രഹ്മി സ്ക്രിപ്റ്റുകളാണ്. പിന്നെ അതിൽ വരുന്നത് ബ്രഹ്മി സ്ക്രിപ്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എ സ്ക്രിപ്റ്റ് റിട്ടൺ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അതായത് ഇടത്ത് നിന്ന് വലത്തോട്ട് എഴുതുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റ് ആണ് ബ്രഹ്മി എന്ന് പറയുന്നത്. അതേസമയം ബ്രഹ്മി എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇംഗ്ലീഷും മലയാളമൊക്കെ എഴുതുന്ന പോലെ ലെഫ്റ്റ് സൈഡ് ടു റൈറ്റ് സൈഡ് ആണ് എഴുതുക. അതേസമയം കരോഷ്ടി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് റിട്ടൺ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഓക്കെ, അതായത് വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന, നമ്മൾ ഇന്നത്തെ അറബിക്കൊക്കെ എഴുതൽ അങ്ങനെയാണ്, വലത്ത് നിന്ന് ഇടത്തോട്ടാണ് എഴുതുക. സോ വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന രീതിയിലാണ് കരോഷ്ടി സ്ക്രിപ്റ്റ് ഉള്ളത്. നമ്മൾ ഈ അഫ്ഗാൻ റീജിയനിലൊക്കെയാണ് ഇതിന് കരോഷ്ടി സ്ക്രിപ്റ്റ് കാണുന്നത്. എന്തായാലും ദാറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ആരാമിക് എന്നുള്ളത്, ആരാമിക് എന്നാണ് അത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയൊക്കെയാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഒരു ചോദ്യം നോക്കാം. ദ ഓൾഡസ്റ്റ് സ്ക്രിപ്റ്റ് ഇൻ ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് വിച്ച് ഈസ് ഡിസൈഫേർഡ് ഈസ്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഏറ്റവും പഴക്കം ചേർന്ന വായിച്ചെടുത്തിട്ടുള്ള സ്ക്രിപ്റ്റ് ഏത് എന്നുള്ളതാണ്. ഹരപ്പൻ, കരോഷ്ടി, ബ്രഹ്മി, അരമൈക്. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി അല്ലെങ്കിൽ ഓപ്ഷൻ 3 ബ്രഹ്മി എന്നുള്ളതാണ്. ഇനിയും ഗുപ്ത ബ്രഹ്മി ഇവോൾവ് ഇൻ ടു എ സ്ക്രിപ്റ്റ് നോൺ ആസ് സിദ്ധ മാതൃക ഓർ കുടില. സോ കുടില അല്ലെങ്കിൽ സിദ്ധ മാതൃക എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ശരിക്കും ഗുപ്ത ബ്രഹ്മി എന്നുള്ളതാണ് ആയിട്ട് അറിയപ്പെടുന്നത്. പിന്നെ ഇത് വരുന്നത് നാഗരി ഓർ ദേവനാഗരി.
നാഗരി അല്ലെങ്കിൽ ദേവനാഗരി എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈസ്റ്റേൺ റീജിയൻ പ്രോട്ടോ ബംഗാളി അല്ലെങ്കിൽ ഗൗഡി എന്നുണ്ടായിരിക്കും. സോ ഈ റീജിയനിൽ ബംഗാളിയുടെ ഒക്കെ ഒരു പ്രീവിയസ് ഫോം ആണ് ശരിക്കും നാഗരി അല്ലെങ്കിൽ ദേവനാഗരി എന്ന് പറയുന്നത്. ഏതാണ്ട് 1000 CE സമയത്തൊക്കെയാണ് ഇത് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് തമിഴ് ബ്രഹ്മിയാണ്. സോ ബ്രഹ്മി എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. സോ തമിഴ് ബ്രഹ്മി എന്ന് പറയുന്നത് മധുരയിൽ നിന്നാണ് കണ്ടെത്തിയത് ഐരാവത മഹാദേവനാണ്. ആൻഡ് അവർ പറയുന്നത് 2 ഫേസ് ഉണ്ടായിരുന്നു എന്നാണ്. തമിഴ് ബ്രഹ്മിക്ക് 2nd സെഞ്ചുറി മുതൽ 1st സെഞ്ചുറി CE വരെ, 2nd സെഞ്ചുറി BC മുതൽ 1st സെഞ്ചുറി CE വരെയുള്ള സമയത്ത് അതിന്റെ ഏർലി ഫേസ് ആണ് തമിഴ് ബ്രഹ്മിയുടെ. അതിന്റെ ലേറ്റ് ഫേസ് എന്ന് പറയുന്നത് 2nd സെഞ്ചുറി മുതൽ 4th സെഞ്ചുറി CE വരെയാണ്. ഇനി സദേൺ സ്ക്രിപ്റ്റ്, അതായത് ഇവിടെ സൗത്ത് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന സ്ക്രിപ്റ്റുകളാണ് ഏർലി മെഡീവൽ ഗ്രന്ഥ സ്ക്രിപ്റ്റ് ടു റൈറ്റ് സാൻസ്ക്രിറ്റ്. അതായത് സാൻസ്ക്രിറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന സ്ക്രിപ്റ്റ് ആണ് ഗ്രന്ഥലിപി എന്ന് പറയുന്നത്. തമിഴ് ആൻഡ് വട്ടെഴുത്ത്, അതായത് തമിഴ് സ്ക്രിപ്റ്റും വട്ടെഴുത്ത് സ്ക്രിപ്റ്റും ഉപയോഗിച്ചിരുന്നത് തമിഴ് എഴുതാൻ വേണ്ടിയിട്ടാണ്. സോ ഗ്രന്ഥലിപി, വട്ടെഴുത്ത് ലിപി അവിടെ ഉപയോഗിച്ചിരുന്നു, തമിഴ് ലിപിയും അവിടെ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ 3 സ്ക്രിപ്റ്റ് സൗത്ത് ഇന്ത്യയിൽ കാണാനായിട്ട് പറ്റും. തമിഴ് സ്ക്രിപ്റ്റ് ഫസ്റ്റ് അപ്പിയർഡ് ഇൻ ദ പല്ലവ ടെറിട്ടറി ഇൻ ദ 7th സെഞ്ചുറി. തമിഴ് സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കണ്ടത് പല്ലവ ടെറിട്ടറിയിലാണ്. തമിഴ് എഴുതിയിട്ടുള്ള തമിഴ് സ്ക്രിപ്റ്റ് 7ാം നൂറ്റാണ്ടിൽ പല്ലവ ടെറിട്ടറിയിലാണ് ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ഇൻസ്ക്രിപ്ഷനെ പറ്റിയിട്ട് നോക്കാം. സോ ലാംഗ്വേജസ് ഓഫ് ആൻഷ്യന്റ് ആൻഡ് ഏർലി മെഡീവൽ ഇൻസ്ക്രിപ്ഷൻസ്. അതിനകത്ത് ഒന്ന് ജുനഗഡ് റോക്ക് ഇൻസ്ക്രിപ്ഷൻ എന്നുള്ളതാണ്. രുദ്രദമന്റെ ജുനഗഡ് റോക്ക് ഇൻസ്ക്രിപ്ഷൻ ആൻഡ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ലോങ് സാൻസ്ക്രിറ്റ് ഇൻസ്ക്രിപ്ഷൻ. ആദ്യത്തെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള സാൻസ്ക്രിറ്റ് ഇൻസ്ക്രിപ്ഷൻ ആണ് ജുനഗഡ് റോക്ക് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ ഇതിലേക്ക് പോകട്ടോ. ആൻഡ് അദ്ദേഹം ഒരു ക്ഷത്രപ കിങ് ആയിരുന്നു. 3rd സെഞ്ചുറി CE-യിലാണ് അത് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ദെൻ സ്കോളേഴ്സ് റിലേറ്റഡ് ടു ഡിസൈഫർ. ഈ പറഞ്ഞ രുദ്രദമന്റെ ജുനഗഡ് ഇൻസ്ക്രിപ്ഷൻ വായിച്ചെടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സ്കോളേഴ്സ് ആണ് ചാൾസ് വിൽക്കിൻസ്, ക്യാപ്റ്റൻ എ ട്രോയർ, WH മിൽ, J സ്റ്റീഫൻസൺ, ജെയിംസ് പ്രിൻസപ്പ്. ഇനി അറിയാലോ, അശോകന്റെ മൗര്യൻ ബ്രഹ്മി അല്ലെങ്കിൽ അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസ് വായിച്ചെടുത്തിട്ടുള്ള ആളാണ് ജെയിംസ് പ്രിൻസപ്പ് എന്ന് പറയുന്നത്. ബൈ 1837 837 ചെയ്തിട്ടുള്ളത് അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസ് ജെയിംസ് പ്രിൻസപ്പ് വായിച്ചെടുത്തിട്ടുള്ളത്. James Princip also involved in reading Kharoshthi along with Christian Lasson, Charles Mason, Alexander Cunningham and E. Norris. ഇത് ബ്രഹ്മി മാത്രമല്ല, ഖരോഷ്ഠി വായിച്ചെടുക്കാനും അദ്ദേഹം മറ്റുള്ളവരുടെ കൂടെ സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ഇന്ത്യയിൽ അൺഡിസൈഫേർഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് ഹാരപ്പൻ സ്ക്രിപ്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ്. ഹാരപ്പൻ സ്ക്രിപ്റ്റ് എന്ത് ചെയ്തിട്ടില്ല, വായിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതേസമയം ഹാരപ്പൻ സ്ക്രിപ്റ്റ് മാത്രമല്ല, അതല്ലാത്തയും ഒരുപാട് സ്ക്രിപ്റ്റ് ഉണ്ട്. അതിലൊരു സ്ക്രിപ്റ്റ് ആണ് ബ്രഹ്മി, അതായത് ഓർണമെന്റൽ ബ്രഹ്മി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ശരിക്കുള്ള ബ്രഹ്മി അല്ല, അതായത് ശംഖലിപി, അതിന്റെ സൈഡുകളൊക്കെ ഭയങ്കര ശങ്കരൊക്കെ പോലെ കർവുകളുള്ള ടൈപ്പ് ഒരു ബ്രഹ്മി സ്ക്രിപ്റ്റ് ഉണ്ട്. അതാണ് ശംഖലിപി എന്ന് പറയുന്നത്. അത് വായിച്ചെടുക്കാൻ ഹാരപ്പൻ സ്ക്രിപ്റ്റിനെ പോലെ തന്നെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഈ പഴയ കാലത്ത് സ്ക്രിപ്റ്റുകളൊക്കെ വായിച്ചെടുക്കുന്ന സമയത്ത് അവര് നമ്പേഴ്സ് ഒക്കെ എന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഉപയോഗിച്ചിരുന്നത്. നമ്മളെ പോലെയല്ല ഇപ്പൊ നമ്മൾ 1 2 3 ഒന്നല്ല അവർ ഉപയോഗിച്ചിരുന്നത്. അതിനകത്ത് ബ്രഹ്മിയിലൊക്കെ അവർ യൂസ് ചെയ്യുന്നത്, ഇപ്പോ ഭൂമി ഒരു ഭൂമിയാണല്ലോ, അപ്പൊ നമുക്ക് എന്താണ്, ഭൂമി ഒന്നേ ഉള്ളൂ. ആൻഡ് കര 2 കരങ്ങൾ അല്ലെ, 2 കൈകളാണ്. ദെൻ ലോക 3 ലോകങ്ങളാണ്. ഏതൊക്കെയാ 3 ലോകം? എങ്ങനെ അറിയില്ലേ? ജനിക്കുന്നതിന് മുന്നുള്ള ലോകം, ഇപ്പോൾ ലോകം, മരിച്ചിട്ടുള്ള ലോകം. വേറെ തന്നെ ഒരു ടേം ഉണ്ട് കേട്ടോ, സ്വർഗം നരകം കൂട്ടിയിട്ടുള്ള ലോകങ്ങൾ. എന്തായാലും പറഞ്ഞു വരുന്നത് 3 ലോകങ്ങൾ, പിന്നെ വേദാസ് 4 വേദങ്ങൾ അറിയാലോ, ചതുർവേദ, ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവേദ. സോ 4 വേദങ്ങൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അവർ ചിലപ്പോൾ എന്ത് ചെയ്യാണ്, അവര് 241 എന്താണ് പറയല്, വേണ്ട 241 രൂപ നികുതിയായിട്ട് വാങ്ങിയെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഒരു അറിയാൻ വേണ്ടി പറയാം കേട്ടോ, നികുതി വാങ്ങിയെന്ന് വിചാരിക്കാം. സോ 241 എന്ന് എഴുതുന്നതിന് അവരെന്താ ചെയ്തെന്ന് വെച്ചാല് 2, അതായത് 2-ന് പകരം കര, പിന്നെ 4 അപ്പൊ വേദ, പിന്നെ 1 അപ്പൊ എന്താണ് ഭൂമി. കര, വേദ, ഭൂമി ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടാൽ നമ്മൾ വിചാരിക്കും കരയും പിന്നെ വേദത്തിനെ പറ്റിയിട്ടും ഭൂമിനെ പറ്റിയിട്ടൊക്കെ എന്തോ പറയാണ്. ശരിക്കും അത് അങ്ങനെയല്ല. അത് വെറും 2 4 1 എന്നുള്ള നമ്പറിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന സാധനമാണ്. സോ ഇങ്ങനെയുള്ള സംഗതിയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ വരുന്നത് ഏർലിയസ്റ്റ് സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് റെക്കോർഡിംഗ് ലാൻഡ് ഗ്രാൻഡ്സ്. ഈ ലാൻഡ് ഗ്രാൻഡിനെ പറ്റിയിട്ട് പറയുന്ന ആദ്യത്തെ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്, സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് with tax exemptions are Shadavahan and Kshatrapa epigraphs found at Nasik. ഇത്രേ ഉള്ളൂ.
ലാൻഡ് ഗ്രാന്റ് കൊടുക്കുന്നു, അതുപോലെ ആ ഗ്രാന്റിന് ടാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാം ഫ്യൂഡലിസത്തിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ശതവാഹന പ്രാക്ടീസിലൊക്കെയാണ് ഇത് ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത് ലാൻഡ് ഗ്രാന്റ് എന്ന് പറയുന്നത്. പിന്നെ ബ്രാഹ്മിൺസിനൊക്കെ ലാൻഡ് കൊടുക്കുക, ടെമ്പിളിനൊക്കെ ലാൻഡ് കൊടുക്കുക, ബ്രഹ്മദേയ, അതുപോലെ തന്നെ ദേവദാന എന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെ. സോ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ ലാൻഡ് ഡൊണേഷന്റെ ആദ്യത്തെ എക്സാമ്പിൾ പറയുന്നത് ശതവാഹന, അതുപോലെ ക്ഷത്രപ എപ്പിഗ്രാഫുകൾ എന്നാണ്. നാസിക് ഇൻസ്ക്രിപ്ഷനിലൊക്കെ ഇത് കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് നാസിക് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് വാസ് പ്രിപ്പയർഡ് ബൈ ഗൗതമി ബാലശ്രീ. സോ മനസ്സിലായിട്ടുണ്ടായിരിക്കും. നാസിക് ഇൻസ്ക്രിപ്ഷൻ ശതവാഹന ഇൻസ്ക്രിപ്ഷൻ ആണ്. അമ്മയുടെ പേര് ചേർത്തിട്ട് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നത് ശതവാഹനാസിനാണ്. ഇനി ഗൗതമി ബാലശ്രീ എന്ന് പറയുന്നത് റൂളർ അല്ല. ആക്ച്വലി ഷീ ഈസ് ദ മദർ ഓഫ് ഗൗതമി പുത്ര ശതകർണി. അറിയാലോ, ഗൗതമി പുത്ര ശതകർണിയുടെ ശതകർണിയുടെ അമ്മയായിരുന്നു ആര്? ഗൗതമി ബാലശ്രീ എന്ന് പറയുന്നത്. അവര് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ് നാസിക് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പറഞ്ഞു വരുന്നത് അതിനകത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ലാൻഡ് ഡൊണേഷനെ സംബന്ധിച്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തത് റോയൽ ഇൻസ്ക്രിപ്ഷൻസ് ഇൻക്ലൂഡ് പ്രശസ്തീസ്. പ്രശസ്തീസ് എന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. ഈ പ്രശസ്തിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവര് സബ്ജക്റ്റിനെ ഈ രാജാവിനെ പറ്റിയിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുക, അയാളുടെ കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളതൊക്കെയാണ്. നമ്മൾ അലഹാബാദ് പ്രശസ്തി കേട്ടിട്ടുണ്ടായിരിക്കും. സോ പ്രശസ്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂളജൈസിങ് ദിയർ സബ്ജക്ട്. ആൻഡ് ഹാദി ഗുംഫ ഇൻസ്ക്രിപ്ഷൻ അത്തരത്തിലൊരു ഇൻസ്ക്രിപ്ഷൻ ആണ് പ്രിപ്പയർഡ് ബൈ കരവേല. കരവേല എന്ന് പറയുന്നത് വാസ് എ റൂളർ ഓഫ് കലിംഗ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, അദ്ദേഹം കലിംഗയുടെ റൂളർ ആയിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെയാണ് അശോകൻ തോൽപ്പിച്ചത് എന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം അശോകൻ വന്നത് 3rd സെഞ്ചുറി അല്ലെങ്കിൽ 4th സെഞ്ചുറി CE സമയത്താണ്, സോറി BC സമയത്താണ്. ആൻഡ് കരവേലൻ ഉണ്ടായിരുന്ന അതിനൊക്കെ ശേഷം പിൽക്കാലത്ത് 1st സെഞ്ചുറി BC 1st സെഞ്ചുറി CE സമയത്താണ് ആരുണ്ടായിരുന്നത്? കരവേലൻ ഉണ്ടായിരുന്നത്. സോ അത് മറന്നുകൊണ്ട. ആൻഡ് അലഹബാദ് പ്രശസ്തി മറ്റൊരു എന്താണ് പറയുക പ്രധാനപ്പെട്ട ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ് പ്രിപ്പയർഡ് ബൈ ഗുപ്ത എംപറർ സമുദ്രഗുപ്ത 4th സെഞ്ചുറിയിലാണ്. പിന്നെ ഞാൻ ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെ പറ്റി പറയാനുണ്ട്. അധികം ഇൻസ്ക്രിപ്ഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ അലഹബാദ് പ്രശസ്തിനെ പറ്റിയിട്ടും ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇതൊക്കെ എന്താണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ വേറെ തന്നെ പറയാനുണ്ട്. ഓക്കെ, സോ ഇവിടെ ഹതികുംഫ ഇൻസ്ക്രിപ്ഷൻ, അതായത് ഹാത്തി കുംഫ എന്നുള്ളതാണ്. കുംഫ എന്ന് വെച്ചാൽ കേവ്, ഹാത്തി എന്ന് വെച്ചാൽ എലിഫന്റ് എന്നുള്ളതാണ്. സോ എലിഫന്റ് കേവ് ഇൻസ്ക്രിപ്ഷൻ എന്നുള്ളതാണ്. സോ അത് നമ്മുടെ ഇന്നത്തെ ഒഡീഷയിലെ ഭുവനേശ്വറിനടുത്താണ് ഈ ഹാതികുംഫ കേവ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് കരവേല എന്ന് പറയുന്ന അവിടുത്തെ റൂളറാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. ആൻഡ് കരവേല വാസ് എ ജയൻ കിങ്. അദ്ദേഹം ഒരു ജയൻ രാജാവായിരുന്നു. ആൻഡ് അദ്ദേഹം ബിലോങ്ഡ് ടു ചേതി ഡൈനസ്റ്റി. ചേതി ഡൈനസ്റ്റിയിലെ രാജാവായിരുന്നു. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് മെൻഷൻ ബുദ്ധിസ്റ്റ് സ്തൂപ, ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി, അഗ്രഹാരം. സ്വാഭാവികമായിട്ട് ജയൻ കിങ് ആയതുകൊണ്ട് തന്നെ ബുദ്ധിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സ്തൂപ, മൊണാസ്ട്രി, അഗ്രഹാരം പറ്റി അദ്ദേഹം ഒന്നും പറയുന്നില്ല. മെൻഷൻ ദാറ്റ് കരവേല ഡിഫീറ്റഡ് ഗൗതമി പുത്ര ശതകർണി. അതായത് ഗൗതമി പുത്ര ശതകർണിയെ ഈ കരവേലൻ പരാജയപ്പെടുത്തിയിരുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഹതികുംഫ ഇൻസ്ക്രിപ്ഷനകത്ത് പറയുന്നുണ്ട്. ശതവാഹന ഇൻസ്ക്രിപ്ഷനകത്ത് എന്ത് ചെയ്യുന്നില്ല, അത് പറയുന്നും ഇല്ല എന്നും മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതിൽ വരുന്നത് ലാസ്റ്റ് ഉണ്ട്, അവസാനത്തെ കാര്യമാണ് ഈ ഒരു സെഷനിലുള്ള. അത് കഴിഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. സോ റോയൽ റെക്കോർഡ്സ് ഇനിഷ്യേറ്റീവ്സ്, അതായത് ജൂനഗഡ് അല്ലെങ്കിൽ ഗിർനാർ ഇൻസ്ക്രിപ്ഷൻ ഗുജറാത്തിലുള്ളതാണ്. ആൻഡ് അതിനകത്ത് ഒരു വാട്ടർ റിസർവോയർ, അതായത് സുദർശന ലേക്കിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ആൻഡ് ഒരു രാജാവിനെ പറ്റിയല്ല, ഒരുപാട് രാജാക്കന്മാർ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ആക്ച്വലി ഈ ജൂനഗഡ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 3 ഇൻസ്ക്രിപ്ഷൻസ് ആണ്. 3 ഇൻസ്ക്രിപ്ഷൻ, അതും വ്യത്യസ്തമായിട്ടുള്ള 3 കാലഘട്ടങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന 3 ഇൻസ്ക്രിപ്ഷൻ. അതേസമയം എല്ലാം എന്താണ് ബേസ്ഡ് ഓൺ ദ സുദർശന ലേക്ക്, ഗുജറാത്തിലുള്ള സുദർശന ലേക്കിനെ സംബന്ധിച്ചാണ് പരാമർശിക്കുന്നത് എന്നുള്ളതാണ്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ഇൻസ്ക്രിപ്ഷൻ ഇതിനകത്ത് 3 റൂളേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് അശോകനിൽ നിന്നാണ്. അശോകന്റെ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ ഇൻസ്ക്രിപ്ഷൻ റെഡി ആക്കുന്നു. അതായത് ക്രോണോളജി നോക്കിക്കഴിഞ്ഞാൽ ആദ്യം അശോകന്റേത് വരും, പിന്നെ രുദ്രദമന്റേത് വരും, പിന്നെ മൂന്നാമതായിട്ട് സ്കന്ദഗുപ്തന്റേത് വരും. സോ ഈ ലെവലിലാണ് ഇത് കിടക്കുന്നത്. അശോകന്റെ സമയത്ത് ഇത് സൗരാഷ്ട്ര റീജിയനിലാണ് ഈ ജുനഗഡ് എന്താണ് പറയല് ഇൻസ്ക്രിപ്ഷൻ ഉള്ളത്. അതായത് സുദർശന ലേക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത് സൗരാഷ്ട്രയിലാണ്. സൗരാഷ്ട്രയിലെ ഈ വരണ്ട പ്രദേശം അല്ലെങ്കിൽ മരുഭൂമി പ്രദേശത്തേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്, ഈ സുദർശന ലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ അതിൽ അശോകൻ ആദ്യമായിട്ട് പറയുന്നത് ഈ സുദർശന ലേക്ക് നിർമ്മിച്ചത് എന്റെ മുൻപ്, അതായത്
അശോകന്റെ മുൻപ് ചന്ദ്രഗുപ്ത മൗര്യന്റെ സമയത്ത് പുഷ്യഗുപ്തയാണ്. പുഷ്യഗുപ്ത വാസ് ദ ഗവർണർ, അല്ലെങ്കിൽ സൗരാഷ്ട്രയിലെ ചന്ദ്രഗുപ്ത മൗര്യന്റെ ഗവർണർ ആയിരുന്നു ആര്? പുഷ്യഗുപ്ത എന്ന് പറയുന്നത്. ചിലപ്പോ ഈ ഗവർണറാണ് ചോദിക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് ജുനഗഡ് അല്ലെങ്കിൽ സുദർശന ലേക്കുമായിട്ട് ബന്ധമില്ലാത്തതായിരുന്നു പറഞ്ഞിട്ടൊക്കെ എക്സാമിന് വരാറുണ്ട്. സോ പുഷ്യഗുപ്ത എന്ന് പറയുന്നത് ചന്ദ്രഗുപ്തന്റെ ഈ പറഞ്ഞ സൗരാഷ്ട്രയിലെ ഗവർണർ ആയിരുന്നു പുഷ്യഗുപ്ത എന്ന് പറയുന്നത്. അതിന്റെ അശോകൻ എന്ത് ചെയ്യുന്നുണ്ട്? അശോകന്റെ സമയത്ത്, ഈ ചന്ദ്രഗുപ്തന്റെ സമയത്താണ് ഇതിന്റെ നിർമ്മാണം തുടങ്ങിയത്. ഓക്കെ, കൺസ്ട്രക്ഷൻ തുടങ്ങിയത് എന്ന് പറയുന്നു അശോകൻ ആൻഡ് 4th സെഞ്ചുറി BC-യിലാണ്. പിന്നീട് അശോകന്റെ സമയത്ത് എന്ത് ചെയ്യുന്നു? ആ നിർമ്മാണം കംപ്ലീറ്റ് ചെയ്തു. അശോകന്റെ സമയത്ത് അശോകന്റെ സൗരാഷ്ട്രയിലെ ഗവർണർ ആയിരുന്നു തുഷാസ്പ എന്ന് പറയുന്നത്. സോ ചന്ദ്രഗുപ്ത മൗര്യന്റെ സമയത്ത് പുഷ്യഗുപ്തയും, പിന്നീട് അശോകന്റെ സമയത്ത് തുഷാസ്പയും, പിന്നീട് 2nd സെഞ്ചുറി CE, അശോകന്റെ കഴിഞ്ഞിട്ടോ, അത് BC ആണ്. ഇവിടെ 2nd സെഞ്ചുറി CE, അതായത് ഒരു 150 CE സമയത്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതിനൊരു റിപ്പയർ വർക്ക് നടത്തുന്നത്. ഇറ്റ് വാസ് ഡൺ ബൈ ശക റൂളർ രുദ്രദമൻ ഫസ്റ്റ്. അതുകൊണ്ടാണ് ഇതിന്റെ ഗിർനാർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് രുദ്രദമനിലേക്ക് പെട്ടെന്ന് പോവാറുള്ളത്. പറഞ്ഞു വന്നത് 2nd സെഞ്ചുറി CE അദ്ദേഹം റിപ്പയർ നടത്തി എന്നാണ് ജുനഗഡ് ഇൻസ്ക്രിപ്ഷനിൽ ആര് പറയുന്നത്? രുദ്രദമൻ ഫസ്റ്റ് പറയുന്നത്. അശോകന്റെ ഇൻസ്ക്രിപ്ഷന് തൊട്ട് മുകളിലായിട്ടാണ് രുദ്രദമന്റേത് വരിക. പിന്നീട് 5ാം നൂറ്റാണ്ടിൽ അതിന്റെ മുകളില് സ്കന്ദഗുപ്തന്റെ ഒരു ഇൻസ്ക്രിപ്ഷൻ വരുന്നു. ആൻഡ് സ്കന്ദഗുപ്തന്റെ അയാളുടെ ഗവർണർ, സൗരാഷ്ട്രയിലെ ഗവർണർ ആയിരുന്നു പർണദത്ത എന്ന് പറയുന്നത്. പർണദത്ത. ഓക്കെ, ചന്ദ്രഗുപ്തന്റെ ഗവർണർ ആയിരുന്നു പർണദത്ത. സോർത്ത് വെക്കുക, അശോകന്റെ ചന്ദ്രഗുപ്ത മൗര്യന്റെ ഗവർണർ ആയിരുന്നു പുഷ്യഗുപ്ത, അശോകന്റെ ഗവർണർ തുഷാസ്പ, പിന്നെ സ്കന്ദഗുപ്തയുടെ ഗവർണർ ആയിരുന്ന പർണദത്ത. സോ ഈ പറഞ്ഞ 3 ആൾക്കാർ ഓർത്തു വെക്കുക. ഇവർക്കൊക്കെ സുദർശന ലേക്കുമായിട്ട് ബന്ധം ഉണ്ടായിരുന്ന ആൾക്കാരാണ്, സൗരാഷ്ട്രയിലെ ഗവർണർമാരായിരുന്നു. സോ പിന്നീട് സ്കന്ദഗുപ്തന്റെ ഇൻസ്ക്രിപ്ഷൻ വരുന്നു. സോ സ്കന്ദഗുപ്തന്റെ സമയത്ത് പറയുന്നത് അതിലൊരു ഓവർഫ്ലോ ഉണ്ടായി, അല്ലെങ്കിൽ അതിലൊരു എന്താണ് മഴ കാരണം അത് എന്ത് ചെയ്യുന്നു, പൊളിഞ്ഞു പോയി എന്ന് പറയുന്നു. എന്നിട്ട് 2 വർഷം എടുത്തിട്ടാണ് അത് റിപ്പയർ ചെയ്തത് എന്ന് പറയുന്നു. എന്തായാലും ഇത്രേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇതിനകത്ത് സ്കന്ദഗുപ്ത 5ാം നൂറ്റാണ്ടിലാണ് വരുന്നത്, ചന്ദ്രഗുപ്തൻ 4ാം നൂറ്റാണ്ട് BC-യിലാണ്. സോ ആ BC മുതൽ ഈ CE 5ാം നൂറ്റാണ്ട് വരെ ഏതാണ്ട് 1000 years ഒരു ടൈം പീരീഡ് വരുന്നുണ്ട്. സോ ഇത്രയും 1000 വർഷത്തെ സുദർശന ലേക്കിന്റെ ചരിത്രം നമുക്ക് ലഭിക്കുന്നത് ഈ ഗിർനാർ ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ്, ജുനഗഡ് ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ് എന്നതാണ്. ഇനി ഒറ്റ കാര്യം കൂടി പറയാം. ഈ ജുനഗഡ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് മൊത്തം 20 ലൈനാണ്, 20 ലൈൻസ് ആണ്. ആൻഡ് ഈ 20 എണ്ണത്തിൽ 16 ലൈനും ഡാമേജ് ആയി പോയിട്ടുണ്ട്, വായിച്ചെടുക്കാൻ പറ്റുന്നില്ല ശരിക്ക്. ആൻഡ് ഗുഡ് കണ്ടീഷനിലുള്ളത് 4 ലൈൻസ് ആണ്, നല്ല ഗുഡ് കണ്ടീഷനിലായിട്ടുള്ളത്. സോ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ പല കാര്യങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കി എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ആൻഡ് ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു സുദർശന ലേഖിനെ പറ്റിയിട്ടാണ്, രുദ്രദമന്റെ സമയത്തുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജുനഗഡ് ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഗിർനാർ ഇൻസ്ക്രിപ്ഷൻ പൊതുവെ പറയാറുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ്, അത് എഴുതിയിട്ടുള്ളത് സാൻസ്ക്രിറ്റ് ഭാഷയിലും ആണ് രുദ്രദമന്റെ ഗിർനാർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിട്ടുള്ളത്. സോ നമ്മൾ സോഫാർ തമിഴ്, തെലുഗു, കന്നഡ ലിറ്ററേച്ചർ ഒക്കെ പറഞ്ഞു. പിന്നെ ഒരുപാട് ടെക്സ്റ്റുകളും ഓതേഴ്സും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ നമ്മൾ ആർക്കിയോളജിയിലേക്ക് വന്നു. ആർക്കിയോളജിയിൽ എക്സ്കവേഷനും ഡേറ്റിംഗ് ടെക്നിക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറെ ഇൻസ്ക്രിപ്ഷനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയാണ്. ഇനി അടുത്തൊരു സെഷനിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ന്യൂമിസ്മാറ്റിക്സിനെ പറ്റി പറയും. അതോടുകൂടി സോഴ്സുകൾ എന്നുള്ള ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക, അപ്പോൾ വ്യക്തമായ ഒരു ക്ലാരിറ്റി വരും. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി, നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ തൽക്കാലത്തേക്ക് കൂടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം ക്ഷമയോടെ ഇരുന്നതിന് എല്ലാവർക്കും താങ്ക് യു. ബൈ.